അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ജൂലൈ മാസം 19 നമ്മൾ പ്രാർത്ഥന കൂടി വന്ന് ഇപ്പോൾ 20-ാം തീയതിയിലേക്ക് പ്രവേശിച്ചു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ നടത്തിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്ന പ്രകാരം രാത്രിയിൽ കൂടി വന്ന് പ്രാർത്ഥിപ്പാൻ 10 മുതൽ 5 മണി വരെ പ്രാർത്ഥിപ്പാൻ കർത്താവിൽ ശരണപ്പെട്ട് കൂടി വന്നിരിക്കുന്ന ഈ മീറ്റിങ്ങിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായി ഞങ്ങളുടെ മുമ്പിൽ ആയിരിക്കാൻ ദൈവം തന്ന നല്ല സമയത്തെ ഓർത്ത് ദൈവത്തിന് കോടാനുകോടി സ്തോത്രമർപ്പിക്കുന്നു. കഥ നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 41-42 വാക്യങ്ങൾ വായിക്കുന്നു. അതോടനുബന്ധമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 27-ാം വാക്യവും വായിച്ച് ഈ രണ്ട് വിഷയങ്ങളെ തമ്മിലുള്ള ഒരു ചിന്തയാണ് ഇന്ന് രാത്രി നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു യെരുശലേമിനെ നോക്കി പറഞ്ഞിരിക്കുന്ന ഒരു വിഷയമാണ് ഇവിടെ വായിക്കുന്നത്. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ഞാനത് മുഴുവൻ വായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ യെരുശലേമിനെ കുറിച്ച് ദൈവം അതിനെ കണ്ടിട്ട് കരഞ്ഞിട്ട് പറയുന്നൊരു കാര്യമാണ്. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. അതാണ് ഇന്നത്തെ നമ്മുടെ പ്രസംഗ വിഷയം. നമ്മുടെ സബ്ജക്റ്റ് ഇതാണ്. ദൈവാത്മാവിക്കുന്ന സബ്ജക്റ്റ് ഇതാണ്. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് യെരുശലേമിനോടുള്ള ബന്ധത്തിൽ പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞു. യെരുശലേമിനെ നോക്കിയിട്ട് പറഞ്ഞു നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. എന്നാൽ സന്ദർശനകാലം വരുമ്പോൾ നിന്റെ കണ്ണ് തുറക്കുമെന്ന് സമാധാനം ഉണ്ടാകുമെന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ ആകത്തുക. അപ്പൊ യെരുശലേമിനെ നോക്കി കർത്താവ് പറഞ്ഞത്, അതിനെ നോക്കി കരയാണ്. കർത്താവ് കരഞ്ഞ സന്ദർഭങ്ങൾ നമുക്കറിയാം. വളരെ പ്രത്യേക സന്ദർഭങ്ങൾ യേശു കരഞ്ഞിട്ടുണ്ട്. അവിടെ കർത്താവ് കരഞ്ഞത് ലാസറിന്റെ കല്ലറയ്ക്കൽ വന്ന് കരഞ്ഞത് നമുക്കറിയാം. യെരുശലേം നഗരത്തെ നോക്കി കർത്താവ് കരഞ്ഞിട്ടുണ്ട്. അവിടെ കരഞ്ഞത് മറ്റൊന്നുമല്ല. കർത്താവ് കരഞ്ഞത് അതിന് വരാൻ പോകുന്ന വലിയ അനർത്ഥങ്ങളെ കണ്ടുകൊണ്ട് കർത്താവ് കരഞ്ഞിട്ട് പറഞ്ഞു നിന്റെ സമാധാനത്തിനുള്ള നീ അറിഞ്ഞിക്കൊള്ള. പക്ഷെ നിന്റെ കണ്ണ് അത് മറിഞ്ഞ് എന്താണ് യെരുശലേമിന് അവന്റെ സമാധാനത്തിന് അനുകൂലമായി തീരാതെ അതിനെ മറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നാം ഇന്ന് രാത്രി ചിന്തിക്കണം. എന്താണത്? കർത്താവ് യോഹന്നാൻ സുവിശേഷം 14-ാം 27-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞു. ദൈവസഭയെ നോക്കി, ദൈവമക്കളാകുന്ന നമ്മളെ നോക്കി, ശിഷ്യന്മാരെ നോക്കി കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അവിടെ ഒരു കൂട്ടരോട് നോക്കിയിട്ട് പറയുക, നിന്റെ സമാധാനത്തിൽ നീ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. എന്നാൽ അതേ കർത്താവ് ശിഷ്യന്മാരെ നോക്കി അല്ലെങ്കിൽ സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നൊരു വാക്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 14-ന്റെ 27-ാമത്തെ വാക്യം ഇപ്രകാരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാ പറഞ്ഞ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. രണ്ട് പ്രസ്താവനകൾ കർത്താവ് പ്രസ്താവിക്കുകയാണ്. രണ്ടും ചരിത്രപരമായിട്ടുള്ള വലിയ പ്രത്യേകതകളുണ്ട്. രണ്ട് പ്രഖ്യാപനങ്ങളാണ് കർത്താവ് പ്രഖ്യാപിച്ചത്. ഒന്ന്, യെരുശലേമിനെ നോക്കി പറഞ്ഞു, നിന്റെ നാളിൽ നീ ഇത് അറിഞ്ഞിരുന്നിക്കൊള്ളായിരുന്നു, പക്ഷെ നിനക്ക് സമാധാനമില്ല. വരാൻ പോകുന്ന വലിയ വിപത്താണ്, സമാധാനമാണ്. എന്നാൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് ശിഷ്യന്മാരെ നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനമാണ്. ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോവുകയാണ്. ലോകം തരുന്ന സമാധാനമല്ല. നമുക്ക് ലോകത്തിന്റെ സമാധാനം അറിയാം. നമുക്കറിയാം, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 5-6 മാസമായിട്ട് എന്നും സമാധാനം പറയും. ഒരാഴ്ച കഴിയുമ്പോൾ സമാധാനം എടുത്ത് മാറ്റപ്പെടും. ലോകം തരുന്ന സമാധാനം അങ്ങനെയാണ് അല്ലേ? നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഈ വിഷയമെല്ലാം തീരും. ഒരു പറയും ഞങ്ങൾ സീസ് ഫയർ, ഞങ്ങൾ യുദ്ധം വെടിനിർത്തിയിരിക്കുന്നു, 2-3 മാസം ഞങ്ങൾ അനങ്ങത്തില്ല എന്ന് പറയും. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് അവിടെ ഇവിടെയും പിന്നെയും രഹസ്യമുണ്ടായിട്ട് വീണ്ടും യുദ്ധമുണ്ടാകും. അപ്പൊ പിന്നെയും നമ്മൾ കാത്തിരിക്കപ്പോഴാണ്. ഇതാണ് ലോകം തരുന്ന സമാധാനം. ലോകത്തിന്റെ സമാധാനം മാറി മറിയുന്നതാണ്. എന്നാൽ ദൈവിക സമാധാനം, ദൈവം തരുന്ന സമാധാനം, അത് ശാശ്വതമാണ്. ഇത് പറയുമ്പോൾ ഈ നമ്മൾ പ്രാർത്ഥനക്കാരാണെങ്കിലും നമുക്കും ഇപ്പോൾ സമാധാനമുണ്ടോ എന്ന് ചോദിച്ചാൽ സമാധാനം എന്താണെന്ന് അറിഞ്ഞെങ്കിൽ
നമുക്ക് അതിൻ്റെ മീനിങ്ങിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. സമാധാനവും സ്വസ്ഥതയും രണ്ട് വാക്കുകളാണ്. സ്വസ്ഥതയും സമാധാനം, നമ്മളിപ്പോഴും പറയുന്നത് സ്വസ്ഥതയും സമാധാനവും. അപ്പോൾ ദൈവം പറഞ്ഞില്ല, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സ്വസ്ഥത നൽകിയിട്ട് പോകുന്ന കഥ പറഞ്ഞില്ല. സ്വസ്ഥത തന്നില്ല. സ്വസ്ഥത നമ്മൾ പ്രവേശിക്കേണ്ടതാണ്. സ്വസ്ഥതയിൽ പ്രവേശിക്കുകയാണ്. സ്വസ്ഥത എന്നതിൻ്റെ അർത്ഥം കംഫോർട്ട് അഥവാ കൺവീനിയൻസ്, കൺവീനിയൻ്റ് ആയിട്ടുള്ള നമ്മൾ സ്വസ്ഥത എന്ന് പറയുന്നത്. അത് ബാഹ്യമായ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശാന്തതയാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. സ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യമായ കാര്യങ്ങളൊക്കെ അനുകൂലമായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ശാന്തത. നമുക്കറിയാമല്ലോ, അതൊക്കെ സാമ്പത്തികം കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും നേടിയെടുക്കാവുന്നതാണ് ഒരു പരിധിവരെ. സ്വസ്ഥത ബാഹ്യമായ കാര്യമാണ് സ്വസ്ഥത. അപ്പോൾ സ്വസ്ഥതയെക്കുറിച്ച് നമുക്കറിയാം. സ്വസ്ഥത നമുക്കറിയാം, വീടുകളിൽ സ്വസ്ഥതയില്ല എന്ന് പറഞ്ഞാൽ വഴക്കടിക്കുന്ന, ഭാരപ്പെടുന്ന ഒരു ഭർത്താവാണെങ്കിൽ, ഒരു ഭാര്യയാണെങ്കിൽ, മക്കളാണെങ്കിൽ അവിടെ സ്വസ്ഥതയില്ല. ബാഹ്യമായ ഒരു പ്രശ്നമാണ്. അപ്പൊ അതിനെ പരിഹരിക്കാൻ കഴിഞ്ഞാൽ ഇതായി. പിന്നെ സാമ്പത്തികമായിട്ട് നമുക്ക് ഇല്ല, നമ്മുടെ വരുമാനം തികയുന്നില്ലെങ്കിൽ നമ്മളെല്ലാ മാസവും അസ്വസ്ഥരായിരിക്കും, സ്വസ്ഥത കാണത്തില്ല. എന്ന് രോഗമാണെങ്കിൽ നമുക്ക് സ്വസ്ഥത കാണത്തില്ല, അതൊക്കെ നമുക്ക് പ്രതികൂലമാണ്. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളെയാണ് സ്വസ്ഥത ഇല്ലായ്മ അല്ലെങ്കിൽ സ്വസ്ഥത എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ചില ദിവസങ്ങൾക്ക് വളരെ സ്വസ്ഥതയാണ്, വളരെ സന്തോഷമാണ്, സാമ്പത്തികമായിട്ടുണ്ട്, രോഗമില്ല, പ്രയാസമില്ല, വളരെ സന്തോഷം, സ്വസ്ഥതയാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ കുഴപ്പമൊന്നുമില്ല, വാർത്തകളൊക്കെ വരുന്ന സന്തോഷമായ വാർത്തകൾ. പക്ഷേ ഏതെങ്കിലും ഒരു വിഷയം, ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും വിഷയം കേട്ടിട്ട് നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും. സ്വസ്ഥത നഷ്ടപ്പെടും എന്നുള്ളത് സ്വാഭാവികം. പക്ഷേ സ്വസ്ഥത നഷ്ടപ്പെട്ടാലും നമ്മുടെ സമാധാനം നഷ്ടപ്പെടരുത്. എന്താണ് സ്വസ്ഥതയും സമാധാനം തമ്മിലുള്ള വ്യത്യാസം? സ്വസ്ഥത നഷ്ടപ്പെടാം. പൗലോസ് പറഞ്ഞു, എനിക്ക് അവനെ 2 കൊരിന്ത്യർ 2:13 ഇപ്പോൾ പറഞ്ഞു, എന്നെ തീർച്ചയായും കാണാകിയാൽ എൻ്റെ മനസ്സിന് സ്വസ്ഥത ഇല്ലാകിയാൽ എന്ന് പറയും. സ്വസ്ഥത നഷ്ടപ്പെട്ടു. സമാധാനം എന്നുള്ളത് ആന്തരികമായിട്ടുള്ളതാണ്. അതിൻ്റെ സമാധാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ പ്രശ്നങ്ങൾക്കിടയിലും മനസ്സിന് ലഭിക്കുന്ന സ്ഥിരത ആണ് സമാധാനം. അതാണ് അതിൻ്റെ ഡിക്ഷണറി മീനിങ്. സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്കിടയിലും മനസ്സിന് ലഭിക്കുന്ന സ്ഥിരത എന്ന് പറഞ്ഞാൽ, ചുറ്റും പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിൽ, പ്രശ്നങ്ങളുണ്ടായാലും മനസ്സ് പതറാതിരിക്കുന്നതിനെയാണ് സമാധാനം എന്ന് പറയുന്നത്. അതിനെയാണ് നമുക്ക് യഥാർത്ഥ സമാധാനം എന്ന് പറയാൻ സാധിക്കുന്നത്. ഇന്ന് രാത്രിയിൽ സ്വസ്ഥത എന്തെന്നുള്ളത് മനസ്സിലാക്കണം, സമാധാനം എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്ക് പലപ്പോഴും സ്വസ്ഥത നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പക്ഷേ ദൈവം തന്ന സമാധാനം നഷ്ടപ്പെട്ടു പോകത്തില്ല. പരിശുദ്ധാത്മാവിന്റെ സമാധാനം നമ്മൾ പകർന്നിട്ടുണ്ട്. അതാ പറഞ്ഞില്ല, ഞാൻ ഞങ്ങൾക്ക് എൻ്റെ സ്വസ്ഥത എന്ന് പറഞ്ഞില്ല. നമ്മൾ സ്വസ്ഥതയിൽ പ്രവേശിക്കുക. ഇവിടുത്തെ പ്രശ്നങ്ങളെല്ലാം തീർന്ന ഒരു ദിവസം നാം സ്വസ്ഥതയിൽ പ്രവേശിക്കും നമ്മുടെ കർത്താവ് വരുമ്പോൾ. അല്ലെങ്കിൽ നാം ഇവിടുത്തെ ഈ ജീവിതം അവസാനിപ്പിച്ച് കഴിയുമ്പോൾ നാം സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കും. അതാണ് സ്വസ്ഥത പ്രവേശിക്കുക. അതുപോലെ നമുക്ക് പോരാട്ടങ്ങളുണ്ട്, പ്രതികൂല സാഹചര്യങ്ങളുണ്ട്, വിഷയങ്ങളുണ്ട്. ഇതെല്ലാം നമ്മുടെ പുറമെയാണ്, അല്ലേ? നമ്മളെ കുറ്റപ്പെടുത്തുന്ന വിഷയങ്ങളുണ്ടാകും, പ്രശ്നമുണ്ടാകും, രോഗമുണ്ടാകാം, കൈമുറിയും കാലുമുറിയും, വേദന ഉണ്ടാകാം, ഉളുക്കാം, ചതയുണ്ടാകാം. ഇതെല്ലാം ഉണ്ടാകുമ്പോൾ സ്വസ്ഥത നഷ്ടപ്പെട്ടു. പണ്ട് ബാത്റൂമിൽ പോയതുപോലെ പോകാൻ പറ്റത്തില്ല, അസ്വസ്ഥതയാണ്, അല്ലേ? കൈയോ കാലോ ഒക്കെ പ്രശ്നമായി കഴിഞ്ഞാൽ ആരുടെയൊക്കെ സഹായം വേണ്ടി വരും. നമുക്ക് അസ്വസ്ഥമാകും, പ്രശ്നമായിരിക്കും. ബാഹ്യമായ അനുകൂലമല്ലാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ കംഫർട്ടല്ല, നമ്മൾ സ്വസ്ഥതയല്ല, നമുക്കൊരു സുഖമില്ലായ്മയാണ്, നമ്മൾ ഇൻകൺവീനിയൻസ് വരുന്നതിനാണ് സ്വസ്ഥത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമുക്ക് ഈ സാഹചര്യത്തെ പഠിക്കുമ്പോൾ അവർക്ക് സ്വസ്ഥത ഉണ്ടായ സമയമുണ്ട്. നമ്മൾ സ്വസ്ഥതയുണ്ടായ ദൈവത്തെ അടുത്ത് വരുമ്പോൾ ദൈവരോട് പറയും, റെസ്റ്റ് ചെയ്യാൻ പറയും. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ശത്രുക്കളെ എല്ലാം ഒതുക്കിയിട്ട് ദൈവർക്ക് സ്വസ്ഥത കൊടുക്കുമായിരുന്നു. അപ്പൊ കുറച്ച് വർഷം കഴിയുമ്പോൾ വീണ്ടും ഇവരുടെ സ്വഭാവം മാറും. ഇവരെന്ത് ചെയ്യും? അവര് ദൈവത്തിന് വിരുദ്ധമായി ചെയ്യും. ദൈവം എന്ത് ചെയ്യും? ആ വേലിക്കെട്ടങ്ങ് മാറ്റും. പിന്നെയും ശത്രുക്കൾ കെറിഞ്ഞെടുക്കും, അസ്വസ്ഥമാകും, കരയും, നിലവിളിക്കും, കർത്താവേ ഒരു സ്വസ്ഥതയും ഇല്ലെന്ന് പറയും. കർത്താവ് സഹതാപം കാണിച്ച് പിന്നെയും സ്വസ്ഥത കൊടുക്കും. എന്നാൽ ഇസ്രായേലിനോട് പറഞ്ഞത്, നിന്റെ സമാധാനത്തിനോട് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നതാണ്. ഈ സ്വസ്ഥതയും സമാധാനവും നമ്മൾ വ്യത്യാസം, അന്തരം, രണ്ടും ഒരുപോലെയാണ്. നമ്മുടെ മനുഷ്യനാണ് നമ്മളെ ബാധിക്കുന്നത്. എങ്കിലും പ്രശ്നം ചുറ്റും പ്രതികൂലമായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾ വരുമ്പോഴും അചഞ്ചലമായിട്ടുള്ള ഒരു സ്ഥിരതയാണ് സമാധാനം, മനസ്സിന്റെ സമാധാനം എന്ന് പറയുന്നത്.
അത് അനുഭവിക്കുന്ന എത്ര പേരുണ്ടെന്ന് രാത്രി. അത് വല്ലാത്ത പ്രതികൂലങ്ങളാണ്, എല്ലാം പ്രതികൂലമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കർത്താവിന്റെ ദാസന്മാർ കടന്നുപോയിട്ടില്ലേ? ഉണ്ടായി. അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന അനുഭവം ഉണ്ടായി. നമുക്കറിയാം, ശദ്രക് മേശകിനെ കൊണ്ട് നിർത്തിയപ്പോൾ അവർക്ക് മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചുറ്റുപാടുകളെല്ലാം പ്രതികൂലമാണ്. തീ ഉയർന്നുകൊണ്ടിരിക്കുക. ഞാൻ വിചാരിക്കുന്നത് ഈ തീയുടെ ചൂടും അവരും അനുഭവിക്കുന്നുണ്ട്. അവർക്കും വരുന്നുണ്ട്. കാരണം ആ തീ ജ്വാല വളരെ വലുതാണ്, അത് അനുഭവിക്കുന്നുണ്ട്, ഇത് അറിയാം. പക്ഷേ അവരുടെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടായി, ദിവ്യ സമാധാനം എന്ന് പറയും. ക്രിസ്തുവിന്റെ ദിവ്യമായിരിക്കുന്ന സമാധാനം, ദൈവിക സമാധാനം അകത്ത് വന്നപ്പോൾ പുറമേയുള്ള വിഷയങ്ങൾ അവർക്ക് പ്രശ്നമല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്, സ്ഥിരതയോടെ നിൽക്കാൻ കഴിഞ്ഞത്. സ്ഥിരത അവരെ നിർത്തി. എൻ്റെ ദൈവം അറിയാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല. ഇനി എന്ത് സംഭവിച്ചാലും ഇതോടുകൂടെ തീരുകയാണെങ്കിലും ഈ തീക്കുള്ളിൽ തീർന്നു പോകുന്നതല്ല ഞങ്ങളുടെ ജീവിതമെന്ന് അവർക്ക് അകത്തൊരു ഉറപ്പുണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ മനസ്സ് അചഞ്ചലമായി നിന്നത്. അവർ ചഞ്ചലപ്പെട്ടു പോയില്ല. ഇന്നും എന്തുകൊണ്ടാണ് രാത്രി പ്രാർത്ഥിക്കാനിരിക്കുന്നത്? നമുക്ക് സ്വസ്ഥത മുഴുവൻ ലഭിച്ചത് കൊണ്ടാണോ? പ്രാർത്ഥനയുടെ മറുപടി മുഴുവൻ ലഭിച്ചത് കൊണ്ടാണോ? അല്ല. നമ്മുടെ പ്രതികൂലങ്ങളായിരിക്കുന്ന നിരവധി വിഷയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ അതിന്റെ മധ്യത്തിൽ നമുക്കറിയാം, ആശ്രയിക്കാൻ ഒരാശ്രയമായിരിക്കുന്ന സമാധാനം നൽകുന്ന നമ്മുടെ കർത്താവ് നമ്മോട് കൂടിയുണ്ട്. ശാലോം എന്ന പേരിൽ ഹീബ്രു ഭാഷയിലും ഐറിൻ എന്ന പേരിലാണ് ഗ്രീക്ക് ഭാഷയിൽ സമാധാനത്തെ കുറിച്ച് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഐറിൻ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷയിലെ സമാധാനത്തിന്റെ പദമാണ് ഐറിൻ. അതിന് ഷാലോം എന്ന് പറയുമ്പോൾ ഹീബ്രു ഭാഷയാണ്. ഇപ്പോൾ ഈ പഴയ നിയമത്തിൽ കൂടുതലും ഷാലോം എന്ന വാക്കും പുതിയ നിയമത്തിൽ ഐറിൻ എന്ന പദവുമാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം, ചില കുഞ്ഞുങ്ങളൊക്കെ ഐറിൻ എന്ന പേരുണ്ട്. ഐറിൻ എന്ന പേരിന്റെ അർത്ഥം സമാധാനമെന്നാണ്. ഷാലോം എന്ന് പറഞ്ഞാൽ സമാധാനം. ഹീബ്രു നാമത്തിലാണ് ഷാലോം എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഷാലോം? അത് അല്ലവ എന്താണ് ഐറിൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊരു ആന്തരികമായ സമാധാനം ഉണ്ടായി. സ്നാനപ്പെട്ട ശേഷം നമുക്കുണ്ടായ ഒരു പ്രത്യേകതയാണ്. ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയപ്പോൾ ഉണ്ടായതാണ് ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാണു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ഈ സമാധാനം വാങ്ങിക്കാൻ കിട്ടത്തില്ല. സ്വസ്ഥത വേണം നിനക്ക് വാങ്ങിച്ചെടുക്കാൻ. ഒരു പരിധി വരെ കഴിയും. നിനക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഭാരമുണ്ടെങ്കിൽ, കൈമുറിഞ്ഞെങ്കിൽ, കാലുമുറിഞ്ഞെങ്കിൽ, ഉളുക്കിയെങ്കിൽ, ചതഞ്ഞെങ്കിൽ, ഇതിനൊക്കെ പരിഹാരം സാമ്പത്തികമായ കാര്യങ്ങളിലൂടെയോ ട്രീറ്റ്മെന്റിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ അകത്തുള്ള ആന്തരിക സമാധാനം പണം കൊണ്ട് വാങ്ങിയെടുക്കാൻ കഴിയത്തില്ല. ലോകത്തിലെ ഒരു കാര്യം കൊണ്ടും നേടിയെടുക്കാൻ കഴിയുന്നില്ല, മറ്റാർക്കും നൽകാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, യെരൂശലേമേ, നിനക്കിപ്പോൾ അത് ലഭിച്ചിട്ടില്ല, നിനക്കതില്ല. എന്നാൽ എന്നെ അനുഗമിക്കുന്ന എൻ്റെ ശിഷ്യഗണങ്ങൾക്ക്, എൻ്റെ സഭയ്ക്ക് ഞാൻ എൻ്റെ സമാധാനം തന്നേച്ചാ പോകുന്നത്. അത് ആന്തരികമായിട്ടുള്ളതാണ്. നമ്മൾ ഈ കർത്താവ് വരുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം മനസ്സിന്റെ സമാധാനമാണ്. വലിയ നീറിപ്പുകയുന്ന വിഷയങ്ങളുമായിട്ട് നമ്മൾ പലപ്പോഴും അഭിമുഖീകരിക്കുന്നത്, അല്ലേ? നിരവധി വിഷയങ്ങളുണ്ട്. തിരിഞ്ഞു നോക്കിക്ക്, എങ്ങനെയാ ഈ മാസം വരെ വന്നത്? ഈ 2022 ജനുവരി മാസം മുതൽ ഇന്ന് വരെ എങ്ങനെയാ വന്നത്? നമ്മുടെ കഴിവ് കൊണ്ടാണോ? അല്ല. നാം ചിന്തിച്ച് പുറകോട്ട് നോക്കി അതിശയപ്പെട്ടു പോയിട്ടില്ലേ? എങ്ങനെയാണ് എത്രത്തോളം എന്നെ കൊണ്ടുവന്നെന്ന് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിയുമെങ്കിൽ ഇന്ന് രാത്രി പറയണം, അതെല്ലാറ്റിനും കാരണം ദൈവം എൻ്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന സമാധാനമാണ്. അനേകർ അസ്വസ്ഥപ്പെട്ടു പോയി. നമ്മളെക്കാൾ ചെറിയ വിഷയങ്ങൾ ഉണ്ടായിരുന്നവർ, അല്ലെങ്കിൽ വലിയ വിഷയം ഉണ്ടായിരുന്ന പലരും പതറിപ്പോയപ്പോൾ, ഭാരപ്പെട്ടു പോയപ്പോൾ, മനസ്സിന്റെ സ്വസ്ഥത ഒരു സമാധാനം നഷ്ടപ്പെട്ടു പോയി. വല്ലാതെ ഭാരപ്പെട്ട് മുഖം കരിവാളിച്ചിരിക്കുമ്പോൾ രാത്രിയിലും സാക്ഷ്യം പറയുവാൻ, സന്തോഷത്തോടെ പ്രാർത്ഥിപ്പാൻ, പാട്ടുപാടുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, ദൈവത്തിന്റെ കൃപയാവരിക്കുന്നതിന്റെ കാരണം കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സമാധാനമാണ്. ആ സമാധാനം അനുഭവിക്കുന്ന ദൈവജനത്തിനായി രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആ സമാധാനം കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സമാധാനമാണ് നിങ്ങൾക്ക് തരുന്നത്, അത് ആർക്കും എടുക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ദിവസങ്ങൾ നമ്മളിൽ പകർന്നിരിക്കുന്ന ദിവ്യ ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ സമാധാനം നമുക്ക് ദർശനം നൽകും, നമ്മളോട് സംസാരിക്കും, ഭയപ്പെടേണ്ടത് പറയും. ദൈവനത്തോട് കേൾക്കുമ്പോൾ, നാം ഭാരപ്പെട്ടിരിക്കുമ്പോൾ ദൈവനെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വലിയ പ്രത്യാശ നൽകുവാനിടയ തിരുൾ മൂടിയിരിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങളിൽ സ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മളെ തണുപ്പിച്ച്, നമ്മളെ
വലുതാക്കി ഈ ദിവസങ്ങളിൽ സന്തോഷകരമായ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ട് ചെറുതായി പോകുമെന്ന് വിചാരിക്കുന്ന വേളകളിൽ ദൈവത്തിന്റെ വചനം പറയുന്ന ചെറുതല്ല, എന്റെ സമാധാനം നിന്റെ പകർന്നിട്ടുണ്ട്. പുറമെയുള്ള തീക്ക് നിന്നെ നശിപ്പിക്കാൻ കഴിയത്തില്ല, സിംഹത്തിന് നിന്നെ വീഴുങ്ങാൻ കഴിയത്തില്ല. കാരണം നിന്നിൽ എന്റെ സമാധാനം പകർന്നിട്ടുണ്ട്. ആ സമാധാനമുള്ളത് കൊണ്ട് നിനക്ക് സ്വസ്ഥമായിട്ട് ഈ ദിവസങ്ങളായിത്തീരുവാൻ കഴിയും. ദൈവസമാധാനം സ്ഥിരതയുള്ളത്, മാറ്റമില്ലാത്തതാണ്. ഇതെങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തുകൊണ്ട് യെരൂശലേമിനെ നോക്കി അങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് നമ്മളെ നോക്കി ഇങ്ങനെ കഥ പറഞ്ഞു എന്നുള്ളത് നമുക്കത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ യേശുക്രിസ്തുവിനെ അറിയാതെ കണ്ണുകൾ ഇന്നും കുരുട്ട് കണ്ണുകളാണെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാകത്തില്ല, അവർക്ക് സ്വസ്ഥത കാണും. വെൽറ്റുടുവാണെങ്കിൽ എല്ലാം ഉണ്ട്, കുഞ്ഞുങ്ങളെല്ലാം ഒരുപക്ഷെ നമ്മളെക്കാൾ നമുക്കറിയാം ധനവാന്റെ തന്നെ അതേക്കുറിച്ച് പഠിക്കാമെങ്കിൽ ധനവാൻ സ്വസ്ഥതയുള്ളവനായിരുന്നു. അവൻ കംഫർട്ടായിരുന്നു അല്ലേ? പക്ഷേ അവന്റെ പഠിപ്പറിക്കുന്നത് ലാസറോ, അദ്ദേഹത്തിന് ഒരു സ്വസ്ഥതയുമില്ലായിരുന്നു. കഴിക്കാൻ ആഹാരമില്ല, ഒന്നുമില്ല, വ്രണങ്ങൾ വന്ന് നിൽക്കുന്ന. പക്ഷേ അവന്റെ അകത്ത് സമാധാനം ഉണ്ടായിരുന്നു, ഇന്റേണൽ പീസ് ഉണ്ടായിരുന്നു, സമാധാനം ഉണ്ടായിരുന്നു. ദൈവഭക്തന്മാർക്ക് ആ ദൃഢധൈര്യമുണ്ട്, സമാധാനമുണ്ട്. രണ്ട് വ്യക്തികളെ കുറിച്ച് കർത്താവ് പറഞ്ഞു. ഒരുത്തൻ സ്വസ്ഥത അനുഭവിച്ചു. കർത്താവ് തന്നെ പറഞ്ഞു, നീ ഈ ലോകത്തിൽ സ്വസ്ഥത അനുഭവിച്ച നന്മയൊക്കെ പ്രാപിച്ചതാ. പക്ഷേ മറുഭാഗത്ത് അവൻ അസ്വസ്ഥനായിരുന്നു, ഒരു നന്മ അനുഭവിച്ചിട്ടില്ല. പക്ഷെ അവന്റെ ഉള്ളിൽ ഒരു സമാധാനമുണ്ടായിരുന്നു. എന്താണ് സമാധാനം? ആർക്കാണ് സമാധാനം നൽകുന്നവൻ കഴിയുന്നത് എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ഞാൻ ചുരുക്കം ചില സമയം കൊണ്ട് പ്രസ്താവിക്കാം. കാരണം ഇതേക്കുറിച്ച് പ്രസംഗിച്ച് ഇതിന്റെ മുഴുവൻ ആകത്തുകയും എടുത്ത് പ്രസംഗിക്കണമെങ്കിൽ ദീർഘമായ സമയങ്ങൾ ആവശ്യമുണ്ടെങ്കിലും അതിലേക്ക് ഞാൻ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. സമാധാനത്തെക്കുറിച്ചുള്ള കാര്യം പറയുമ്പോൾ ഈ കഥ തന്നെ പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകത്തില്ല. ലോകമേ, ഈ സന്ദേശം കേൾക്കുന്ന ആരുമാകട്ടെ, നീ ഒരുപക്ഷെ സ്വസ്ഥത അനുഭവിക്കുന്ന വ്യക്തിയായിരിക്കാം, നിനക്ക് എല്ലാം ഉണ്ടായിരിക്കാം, ഒരുപക്ഷെ നിന്റെ മക്കൾ നല്ല നിലയിലായിരിക്കാം, പണമുണ്ടായിരിക്കാം, പ്രതാപം ഉണ്ടായിരിക്കാം, ഒരു കുഴപ്പം ഉണ്ടായിരിക്കത്തില്ലായിരിക്കാം, നിനക്ക് ഇഷ്ടം പോലെ ഇൻകം കാണുമായിരിക്കും, നിനക്ക് ശുപാർശകൾ ചെയ്യാൻ ആൾക്കാർ കാണും, എല്ലാം കാണും. പക്ഷേ നീ സ്വസ്ഥത അനുഭവിക്കുന്നത് കൊണ്ട് നീ വിചാരിക്കരുത് നിന്റെ അകത്ത് സമാധാനമുണ്ടെന്ന് വിചാരിക്കരുത്. സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകണം, അത് ആന്തരികമായിട്ടുണ്ടാകുന്ന സമാധാനം ഉണ്ടാകണമെങ്കിൽ കർത്താവിനെ കൂടാതെ, ദൈവത്തെ കൂടാതെ സാധ്യമല്ല എന്നാണ് ദൈവവചനം വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിലേക്ക് അതിന്റെ വായിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് സമാധാനം ഉണ്ടാക്കുന്നത്, സമാധാനത്തിന്റെ കാരണം എങ്ങനെയാണ് എന്നുള്ളത് വായിക്കുമ്പോൾ യെരൂശലേമിനോട് എന്തുകൊണ്ട് കർത്താവ് അപ്രകാരം പറഞ്ഞു, എന്തുകൊണ്ട് നമ്മളോട് ഇപ്രകാരം പറയുന്നു എന്നുള്ളത് നമുക്ക് മാറ്റിയെടുക്കാൻ, നമുക്ക് അതിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കും, അതിന്റെ വ്യത്യാസം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന കൊലോസ്യർക്കെഴുതിയ 1-ാം അധ്യായത്തില് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന 20-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സർവ്വസമ്പൂർണതയും അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. അപ്പോൾ സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? കുഞ്ഞാടിന്റെ രക്തത്തിന് ശക്തിക്ക് മാത്രമേ സമാധാനം ഉണ്ടാക്കുവാൻ കഴിയത്തുള്ളൂ. ആന്തരികമായ സമാധാനം അത് യേശുക്രിസ്തുവിന്റെ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. കുഞ്ഞാടിന്റെ രക്തത്തിലാണ് നമ്മുടെ സമാധാനത്തിന്റെ കാരണം ഇരിക്കുന്നത്. നമ്മുടെ സമാധാനത്തിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് സാത്താൻ പലപ്പോഴും നോക്കും, നിനക്കെന്നാ ഇത്ര സമാധാനം, ഇത്രയും പ്രശ്നമുണ്ടായിട്ടും ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും നീ എന്തുകൊണ്ടാണ് അസ്വസ്ഥപ്പെടാതിരിക്കുന്നത്, എന്താണ് നിന്നെ ഉറപ്പിച്ചു നിർത്തുന്നത് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ളിൽ ഒരു പുതുമനുഷ്യൻ പറയും, എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, എന്നെ വീണ്ടെടുത്തിരിക്കുന്നതിന്റെ അകൃത്യം നീക്കി, എന്റെ പാപം നീക്കി, എന്നെ പുതിയ മനുഷ്യനാക്കിയത് കുഞ്ഞാടിന്റെ തിരു രക്തം കൊണ്ട്. അതുകൊണ്ടാണ് നാം പറയുന്നത് രക്തത്താൽ ജയമെന്ന് പറയുന്നത്, യേശുവിന്റെ രക്തത്താൽ ജയമെന്ന് പറയുന്നതിനെയാണ് സമാധാനം എന്ന് പറയുന്നത്. സമാധാനം, ശാലോം അഥവാ ഐറിൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും യേശുവിന്റെ രക്തം പറയുന്നത് എന്തിനാണെന്നറിയാമല്ലോ? ക്രിസ്തുവിന്റെ രക്തത്തിൽ എന്താണ് ആശ്രയിക്കുന്നത്? അസ്വസ്ഥപ്പെടുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, സമാധാനം നഷ്ടപ്പെടുമ്പോൾ ഞാനൊരു മരുന്ന് പറഞ്ഞു തരാം. രാത്രി ദൈവാത്മാവിൽ അത് ദൂതേറ്റെടുക്കണം. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിച്ച് പറയണം, വിട്ട്
വിക്ടറി ഇൻ ദ നെയിം ഓഫ് ബ്ലഡ് ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ എനിക്ക് സമാധാനമുണ്ട് എന്ന്, ജയമുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സമാധാനമുണ്ടാകും. രക്തത്തിൽ ആശ്രയിക്കണം. സമാധാനം ഉണ്ടാക്കുന്നത് രക്തത്തിലാണ്. കർത്താവിന്റെ വചനത്തിൽ മത്തായി സുവിശേഷത്തിൽ കർത്താവ് ഇപ്രകാരം പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇങ്ങനെ പറയുന്നത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. അതായത് സുവിശേഷം കർത്താവ് 5-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ഉണ്ടോ? സമാധാനം ഉണ്ടാക്കിയത് ആരാണ്? ദൈവപുത്രനാണ്. അപ്പോൾ ഈ സമാധാനം ഉണ്ടാക്കുന്നവരാരാണ്? സുവിശേഷകരാണ്, ദൈവമക്കളാണ്. അപ്പോൾ സമാധാനത്തിന്റെ ഉറവിടം യേശു ക്രിസ്തുവാണ്. ക്രിസ്തു യേശുവിന്റെ രക്തത്തിലാണ് സമാധാനം ഇരിക്കുന്നത്. അതിലാണ് സമാധാനമുള്ളത്. യേശു രക്തം മുഖാന്തരമല്ലാതെ നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാകത്തില്ല. യെശയ്യാവിന്റെ പ്രവചനം അതിന്റെ 53-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ, 5-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി. ലോകമേ, സമാധാനമില്ലാത്ത ലോകമെന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ. അതിന്റെ കാരണം സമാധാനത്തിനായുള്ള ശിക്ഷ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തുവിൽ അവനെ അതിന് ശിക്ഷയ്ക്കായി ഏൽപ്പിച്ചു. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം, പാപം നിമിത്തം അവൻ തകർക്കപ്പെട്ടു. അവൻ നമുക്ക് വേണ്ടി മുറിവേറ്റു, തകർന്നു. അവന്റെ ജീവന്റെ രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നത് നമുക്ക് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയ. ദൈവത്തോട് മനുഷ്യനെ നിരപ്പിച്ച് സമാധാനം, ദൈവമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ പിന്നെന്തിനാ നാം ഭാരപ്പെടുന്നത്? പിന്നെന്തിനാ അസ്വസ്ഥമാടുന്നത്? പിന്നെന്തിനാ ഭ്രമിച്ചു പോകുന്നത്? ഈ ലോകത്തിലുള്ള എല്ലാ അധികാരങ്ങളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠകരമായ അധികാരം, അതിശ്രേഷ്ഠമായ അധികാരം ദൈവിക അധികാരമാണ്. ദൈവിക അധികാരത്തോട് നമ്മെ ബന്ധപ്പെടുത്തിയത് കുഞ്ഞാടിന്റെ രക്തമാണ്. അതുകൊണ്ട് രാത്രി പ്രിയപ്പെട്ടവരെ, ഈ സുവിശേഷം എന്നുള്ളത് സമാധാനത്തിന്റെ സന്ദേശമാണ്, സമാധാനത്തിന്റെ വചനമാണ്. നമ്മളെ ദൈവത്തിന്റെ വചനത്താൽ നമ്മെ പിടിക്കപ്പെട്ടപ്പോൾ അസമാധാനമായിരുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് മാറ്റം സംഭവിക്കാനിടയാത്തി. ഞാൻ വിശദീകരണത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കത്തില്ല. സമാധാനം ഉണ്ടാക്കിയത് ക്രിസ്തുവിന്റെ രക്തത്താലാണ്. അപ്പൊ നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ മുഴുവനും യേശുവിന്റെ മേലാക്കി. അപ്പൊ നാം ശിക്ഷിക്കപ്പെടേണ്ടതായിരുന്നു. എന്നാൽ കർത്താവ് നമ്മുടെ ലോക മനുഷ്യന്റെ മാനവംശത്തിന് മുഴുവൻ ശിക്ഷയും ക്രിസ്തു യേശുവിന്റെ മേൽ, അവന്റെ മേൽ ചുമത്തിയ അവനെ ആ ശിക്ഷയ്ക്കായി പിതാവാം ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. നമ്മുടെ ശിക്ഷാവിധി മാറിയത് അങ്ങനെയാ. അതുകൊണ്ടാണ് നാം സ്വസ്ഥത അനുഭവിക്കുന്നത്, അല്ലേ? ശിക്ഷിക്കപ്പെടുമെന്ന് പേടിയുള്ളവർക്ക് ഭയമാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് രാത്രി നമുക്ക് പറയാൻ സാധിക്കണം, എൻ്റെ ഭയമെല്ലാം മാറ്റിയത്, എനിക്ക് ഭയമില്ലാത്ത ഒരു ജീവിതം തന്നിരിക്കുന്ന നിത്യതയെക്കുറിച്ച് എനിക്ക് ഭയമില്ലാത്തതിന്റെ കാരണം മറ്റൊന്നുമല്ല, എൻ്റെ പാപമയമായിരിക്കുന്ന അകത്യങ്ങളെയെല്ലാം കർത്താവിന്റെ മേലാക്കി അവന്റെ രക്തം കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിച്ചുകൊണ്ട് രാത്രിയിൽ ഏത് വിഷയമുള്ള പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ ആ ക്രൂശിന്റെ അടുത്തേക്ക് വരവാൻ കഴിയുമെങ്കിൽ അസ്വസ്ഥമായിരിക്കുന്ന മേഖലകളെ മാറ്റിയെടുക്കുവാൻ രാത്രിയിൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ ശക്തി നമ്മുടെ തലമേൽ വ്യാപരിച്ച് നമ്മെ അവന്റെ രക്തത്തിൽ കഴുകിയെടുത്ത് കഴിയുമ്പോൾ, ശുദ്ധമാക്കി കഴിയുമ്പോൾ അകത്ത് ലഭിക്കുന്ന പാപക്ഷമയുടെ ശുദ്ധീകരണത്തിന് ശക്തി വലുതാണ്. അതിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് നമുക്ക് തന്നിരിക്കുന്നതാണ് ആ ദിവ്യ സമാധാനം. കർത്താവ് പറഞ്ഞു, അത് ആർക്കും എടുക്കാൻ കഴിയത്തില്ല. ഞാൻ തരുന്ന സമാധാനം എൻ്റെ ജീവന്റെ സമാധാനമാണ്. പൈശാചിക മണ്ഡലങ്ങൾക്ക് ദൈവസഭയെ കുലുക്കാൻ കഴിയത്തില്ല, ദൈവമക്കളെ തകർക്കാൻ കഴിയത്തില്ല. കാരണം ക്രിസ്തു യേശുവിന്റെ രക്തത്തിന്റെ ശക്തിക്ക് അത്രമാത്രം അത് വിലമതിക്കാനാവാത്ത, എന്ന് പറഞ്ഞാൽ ആർക്കും വിലമതിക്കാനാവാത്ത പുണ്യാക രക്തത്തിന്റെ ശക്തിയെ തകർക്കാൻ, അതിനെ വെല്ലുവിളിക്കുവാൻ, ആ സമാധാനത്തെ തകർത്ത് കളയുവാൻ, അതിനോട് കിടപിടിക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഒരു അന്ധകാരത്തിന്റെ മണ്ഡലത്തിനും കഴിയത്തില്ല, ഒരു രോഗത്തിനും കഴിയത്തില്ല, ഒരു ഭൂതത്തിനും കഴിയത്തില്ല, ഒരു ശക്തിക്കും കഴിയത്തില്ല. ഉയർപ്പിന്റെ ശക്തിയാ, ജീവന്റെ ശക്തിയാ, അത് നിത്യതയുടെ ശക്തിയാ, നിത്യതയുടെ സമാധാനത്തിന്റെ ശക്തിയാ നമ്മളിൽ വ്യാപരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ടാണ് പ്രകാരം പറഞ്ഞത്, കഥാവ് ഞാൻ
സിമ്പിളായിട്ട് അവരോട് പറഞ്ഞു, ഞാൻ സമാധാനം ഞങ്ങൾക്ക് തന്നിച്ചു പോകാൻ. അവർക്കത് മനസ്സിലായില്ല എന്താണുള്ളത്. എന്നാൽ പിന്നീട് അവർക്ക് മനസ്സിലായി യേശു ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ ശക്തി എന്താണെന്നുള്ളത്. പത്രോസിനെ കാരാഗ്രഹത്തിലൊക്കെ പിടിച്ചിട്ട് കൊല്ലാൻ വേണ്ടിയൊക്കെ ഉള്ള പരിപാടിയൊക്കെ ഒരുക്കിയപ്പോഴും ഇദ്ദേഹം നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി, നന്നായി ഉറങ്ങി. അതുകൊണ്ടാണ് തട്ടി വിളിക്കേണ്ടി വന്നത്. കാരണം അകത്തൊരു സമാധാനമുള്ളത് കൊണ്ട്. പുറമെ അവര് കൊല്ലാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. എനിക്കറിയത്തില്ല എങ്ങനെയാണ് പത്രോസിനെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത്, എനിക്കറിയത്തില്ല അതിന്റെ ചരിത്രപരമായ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമായിരിക്കും. പക്ഷെ എനിക്കറിയാം, എന്തോ അവനെ വാളുകൊണ്ട് കൊല്ലാൻ വേണ്ടി അല്ലെങ്കിൽ തലകീഴായി ക്രൂശിക്കാൻ വേണ്ടിയൊക്കെയുള്ള അവന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇവിടെ അവന്റെ ആഗ്രഹം പറഞ്ഞില്ല. കാരണം അവനറിയായിരുന്നു പ്രായമാകാത്തതുകൊണ്ട് അവനൊന്നും സംഭവിക്കത്തില്ല. എത്ര പ്രതികൂല സാഹചര്യം വന്നാലും അവനറിയാമായിരുന്നു ദൈവത്തിന്റെ വാഗ്ദത്തം മാറിപ്പോകത്തില്ല. നിവൃത്തനായ ശേഷമേ നിന്നെ മരിക്കുള്ളെന്ന് കഥ പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന സമയത്ത് അവർ പിടിച്ച് കരായത്തിൽ ഇട്ടാലൊന്നും പത്രോസിന് അറിയാമായിരുന്നു ഈ പറഞ്ഞിരിക്കുന്ന വാക്ക് മാറിപ്പോകാത്തതാ. ദൈവത്തിന്റെ വചനത്തിൽ വാക്തത്വത്തിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ ചഞ്ചലപ്പെടാതെ കിടന്നുറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ അസ്വസ്ഥമായിരിക്കും. ഇന്ന് രാത്രിയിൽ നമുക്ക് ഈ രാത്രി നമ്മൾ ഉറങ്ങാതിരുന്ന് പ്രാർത്ഥിക്കുകയല്ലേ, നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങണ്ടേ, സമാധാനത്തോടെ കിടന്നുറങ്ങണ്ടേ. അസ്വസ്ഥമാകുന്ന ഒരുപാട് വിഷയമുണ്ട്, പ്രതികൂലമായി ഒരുപാട് സാഹചര്യം. കർത്താവിന്റെ രക്തത്താൽ ശക്തി, യേശുവിന്റെ രക്തത്താൽ ജയമെടുത്ത് നമ്മൾ പ്രാർത്ഥിക്കും. കർത്താവെ, ഏത് അസ്വസ്ഥ വരുമ്പോഴും അവിടെ എടുക്കേണ്ട നാമം ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ്. ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിക്കണം. ആ നിമിഷം പറയണം. നിങ്ങൾ സ്തോത്രം പറയുന്നതിനേക്കാൾ, ഹല്ലേലൂയ പറയുന്നതിനേക്കാൾ ആ സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ട വാക്യം ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, വിക്ടറി ഇൻ ദ നെയിം ഓഫ്. ഇതെല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഓരോ സന്ദർഭത്തിലും അതിൻ്റെ ഇതുണ്ട്. സമാധാനം വരണമെങ്കിൽ രക്തത്തിൽ ആശ്രയം. അതുകൊണ്ടാണ് രക്തം ജയം എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് അറിയത്തില്ല എന്തിനാ പറയുന്നുള്ളൂ. രക്തം ജയം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് സമാധാനം ഉണ്ടാക്കിയ പരിശുദ്ധന്മാർ നമ്മളെ കൊണ്ട് പറയിക്കുക. പറയടാ, കുഞ്ഞാടിന്റെ രക്തത്താൽ ജയമുണ്ട്, കുഞ്ഞാടിന്റെ രക്തത്താൽ ജയമുണ്ടെന്ന് രാത്രി നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞാട്ടെ. നിങ്ങൾ ഏറ്റു പറഞ്ഞാട്ടെ, യേശുവിന്റെ രക്തത്താൽ ജയം, യേശുവിന്റെ രക്തത്താൽ ജയമെന്ന്, യേശുവിന്റെ രക്തത്താൽ ജയമെന്ന് നമ്മൾ അകത്തങ്ങ് പറയാൻ തുടങ്ങുമ്പോൾ അകത്ത് സമാധാനം വർദ്ധിച്ചു വരും. യേശുവിന്റെ രക്തത്താലുള്ള ജയം ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുന്നുണ്ട്, ഈ സന്ദേശത്തിൽ വ്യാപരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ പറയണം, യേശുവിന്റെ രക്തത്താൽ എനിക്ക് സമാധാനമുണ്ട്. കലങ്ങി മറിയുന്ന ഏത് വിഷയമുണ്ടെങ്കിലും അതിന്റെ മധ്യത്തിൽ പറയണം, എന്നെ വീണ്ടെടുത്ത കുഞ്ഞാടിന്റെ രക്തം എനിക്ക് സമാധാനം ഉണ്ടാക്കിയതാ. ആ രക്തത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു? സമാധാനത്തിൽ ഞാൻ ആയിത്തീരുന്നു. ഞാൻ യേശുവിന്റെ രക്തത്തിൽ ജയിക്കുന്നു. പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളെ ഇന്ന് രാത്രിയിൽ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ജയത്തിന് നാമമായിരിക്കുന്ന, ജീവന്റെ നാമമായിരിക്കുന്ന, ഉയർപ്പിന് നാമമായിരിക്കുന്ന, പാപത്തിന്റെ പരിഹാരമായ ശുദ്ധീകരണത്തിന് നാമമായിരിക്കുന്ന കുഞ്ഞാട് രക്തത്തിന്റെ ശക്തിയിലുള്ള വിടുതലെന്ന് രാത്രി വ്യാപരിക്കുന്നുണ്ട്. ആ ശുദ്ധീകരണത്തിൽ വ്യാപരിക്കുന്ന ആ തികവായിരിക്കുന്ന ജയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഒരു വെള്ളത്തിനും കഴുകി നമ്മെ ശുദ്ധമാക്കാൻ കഴിയത്ത, ഒരു കെമിക്കലിനും കഴിയത്ത, ഒന്നിനും കഴിയാതിരുന്നപ്പോ ഇന്ന് രാത്രിയിലും പറയും, കുഞ്ഞാടെ രക്തം കൊണ്ട് നീ എന്നെ കഴുകി ശുദ്ധമാക്കി എന്നെ വീണ്ടെടുത്തു, നിന്റെ മകനും മകളുമാക്കി തീർത്തത് കൊണ്ട് എനിക്കിന്ന് രാത്രിയിൽ സമാധാനമുണ്ട്. എന്റെ ഉള്ളിൽ പകർന്നിരിക്കുന്ന സമാധാനം ദിവ്യ സമാധാനമാണ്, മാറ്റമില്ലാത്ത. ദൈവത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ദൈവത്താലുള്ള ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ ആ സമാധാനം മാറിപ്പോകത്തതാണ്. അകത്തെ മനുഷ്യനെ പുതുതാക്കിയിരിക്കുന്ന സമാധാനത്തിന്റെ ആത്മാവ്, സമാധാനത്തിന്റെ മനുഷ്യനെയാണ് ദൈവം അകത്ത് സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പുതു മനുഷ്യനെയാണ് നാം ധരിച്ചിരിക്കുന്നത്. ക്രിസ്തു എന്ന ആ കുഞ്ഞാട് രക്തത്തിൽ പിറന്നിരിക്കുന്ന ദൈവമക്കൾക്ക് പറയാൻ സാധിക്കും, നമുക്ക് എപ്പോഴും ജയം മാത്രമേ ഉള്ളൂ, പരാജയമില്ല. പറഞ്ഞാൽ ഭൗതിക മണ്ഡലത്തോടുള്ള ബന്ധത്തിലല്ല ഞാൻ പറഞ്ഞത്, ആത്മീയ മണ്ഡലത്തിൽ നാം എപ്പോഴും ജയാളികളാണ്. അങ്ങനെ നിന്റെ അകത്ത് ജയമാണെങ്കിൽ, നിന്നെ ഭ്രമിപ്പിക്കാൻ കഴിയത്തില്ലെങ്കിൽ, ചഞ്ചലപ്പെടുത്താൻ കഴിയത്തില്ലെങ്കിൽ, ഭാരപ്പെടുത്താൻ കഴിയത്തില്ലെങ്കിൽ, അകം ബലമുള്ളതാണെങ്കിൽ പുറത്തെ കുലുക്കാൻ ഒരു കാറ്റിനും കഴിയത്തില്ല, ഒരു പെരുമഴയ്ക്കും കഴിയത്തില്ല, ഒരു രോഗത്തിനും കഴിയത്തില്ലെന്ന് രാത്രിയിൽ അസ്വസ്ഥമാകുന്ന മണ്ഡലങ്ങളെ യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഇന്ന് രാത്രിയിൽ നാം അകത്ത് ബലപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെ കുലുക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ ശാന്തമായി തീരും. അത് ഓടിപ്പോകും, പ്രബലപ്പെടത്തില്ല. കാറ്റും കടലുമൊക്കെ വന്നപ്പോൾ കർത്താവ് പറഞ്ഞില്ലേ, ശാന്തമാകാൻ പറഞ്ഞില്ലേ. കുഞ്ഞാടിന്റെ രക്തമാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന
കുഞ്ഞാടിന്റെ രക്തം, ഭൂമിയിൽ ഒഴിക്കപ്പെട്ട രക്തം ഇന്ന് നമ്മുടെ ഉള്ളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി അന്ന് കാറ്റിനെയും കടലിനെയും ശാസിച്ച അതേ ശബ്ദം ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിലൂടെ ദൈവവചനത്തിലൂടെ സംസാരിക്കുന്നുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ അകത്തിരിക്കുന്ന അകത്തെ ക്രിസ്തുവാകുന്ന ആ രക്തത്തിന്റെ മനുഷ്യൻ, നമ്മെ ശുദ്ധീകരിച്ച രക്തം നമുക്ക് വേണ്ടി സംസാരിക്കും. അടങ്ങാൻ പറയും, ശാന്തമാകാൻ പറയും, സ്വസ്ഥമാകാൻ പറയും. ഇതിനെയാണ് ജയമെന്ന് പറയുന്നത്. അതിനെയാണ് നാം പ്രാപിച്ചിരിക്കുന്ന സമാധാനം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തം ഇന്ന് രാത്രി നമുക്ക് വേണ്ടി സംസാരിച്ച് ശാന്തത നൽകുന്നതിനായി ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. നാം അസ്വസ്ഥപ്പെട്ടുമ്പോൾ, ഒരുപക്ഷെ നമുക്ക് പറയാൻ കഴിയാതിരിക്കുമ്പോൾ, നാം വല്ലാതെ ഭാരപ്പെടുമ്പോൾ, നമ്മുടെ കൺവീനിയൻസ് എല്ലാം മാറിപ്പോകുമ്പോൾ, സ്വസ്ഥത നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ, ഇപ്പോൾ തീർന്നു പോകുമെന്ന് വിചാരിക്കുമ്പോൾ, കർത്താവ് അവിടെ അവന്റെ രക്തത്തിന്റെ വചനം വാക്കെഴുന്നേറ്റ് പറയും, എന്റെ നാമത്തിൽ, എന്റെ രക്തത്തിൽ, എന്റെ ജീവനാൽ നിനക്ക് ജയമുണ്ടെന്ന് പറയും. ആ പ്രശ്നം എന്തിയോടെ ശാന്തമായി തീരും. അതിനെയാണ് വിടുതൽ എന്ന് പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന ആത്മീയ ഭൗതിക വിടുതലിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ, കർത്താവിനെ മഹത്വപ്പെടുത്താം. അപ്പോൾ ക്രിസ്തുയേശു മുഖാന്തരമുള്ള ദിവ്യ സമാധാനത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്ത് എങ്ങനെയാണ് നാം ലഭിച്ചത്? കുഞ്ഞാടാം യേശുവിന്റെ രക്തത്താലുള്ള സുവിശേഷത്തിന്റെ ശക്തിയാലാണ് അത് പ്രാപിച്ചെടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചത്. അവൻ സമാധാനം ഉണ്ടാക്കിയത് കൊണ്ടാണ് അവൻ ദൈവഭക്തനായി തീർന്നത്. എന്നാൽ നാം സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടി ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുമ്പോൾ നാമും സമാധാനത്തിന്റെ വാഹകരായി തീരുകയാണ്. കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാണ് നാം നമ്മുടെ സുവിശേഷത്തോട്, ലോകത്തോട് അറിയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും മതത്തിന്റെയോ തർക്കത്തിന്റെയോ വാദത്തിന്റെയോ അല്ല ദൈവമക്കൾ സുവിശേഷം അറിയിക്കുന്നത്. കുഞ്ഞാടിന്റെ രക്തത്തിലുള്ള ശുദ്ധീകരണത്തിന്റെ ദൂതാണ് ഈ ദിവസങ്ങളിൽ സുവിശേഷകരായിരിക്കുന്ന ദൈവമക്കൾ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എന്തെങ്കിലും കുറെ കഥകൾ പറയുന്നതോ, കുറെ കവിതകൾ പറയുന്നതോ, കുറെ വലിയ കാര്യങ്ങൾ പറഞ്ഞ് മനുഷ്യനെ അങ്ങനെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതല്ല. ഈ ദിവസങ്ങളിൽ സുവിശേഷീകരണം, സുവിശേഷത്തിന്റെ ശക്തി ജീവന്റെ ശക്തിയാണ്. അത് മനുഷ്യനെ മാറ്റിയെടുക്കാൻ തക്കതായ പാപിയായിരിക്കുന്ന മനുഷ്യനോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഇന്ന് നീയും ഈ അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സമാധാനത്തിനായിട്ടുള്ളത് നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു എന്ന് യെരൂശലേമിനെ നോക്കി പറഞ്ഞ അതേ ദൂത് സമാധാനമില്ലാത്ത ദേശങ്ങളിൽ, യേശുവിനെ അറിയാത്ത സ്ഥലങ്ങളിൽ, ഇതുവരെ ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടാത്ത സ്ഥലങ്ങളിൽ, വ്യക്തികളിൽ നാം പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ ദിവസങ്ങൾ അവരുടെ കണ്ണുകളെ തുറക്കണമേ എന്നാണ്. എന്തിനു വേണ്ടിയാ? അവരുടെ അസമാധാന മേഖലകളിൽ ശുദ്ധീകരണത്തിന്റെ ശക്തിയായിരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി വ്യാപരിച്ചു കഴിയുമ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെടും. ആ ദിവ്യ സമാധാനം അവരുടെ ഉള്ളിലാകും. ഇതിനു വേണ്ടിയാണ് സുവിശേഷം ഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14-17 വാക്യങ്ങൾ രാത്രിയോടനുബന്ധമായി ഞാൻ വായിക്കുകയാണ്. 2-ാം അധ്യായം അതിന്റെ 17, അതിന്റെ മുകളിലുള്ള ഭാഗം കൂടി വായിക്കണമെങ്കിലും സമയത്തിന്റെ ലഭ്യതയല്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാവുന്ന കാര്യമാണ്. അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണ ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാട് നടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കി. എങ്ങനെ സമാധാനം ഉണ്ടാക്കി എന്നുള്ളത് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞു. വേദപുസ്തക പഠനം എല്ലാം അവിടെ എഴുതി വെച്ചിട്ടില്ല, പലയിടത്താണ് എഴുതിയിരിക്കുന്നത്. എടുത്ത് പഠിക്കണം. ഇന്നിടത്തുള്ളത് എവിടെ നിന്നാണെന്നുള്ളത് തപ്പിയെടുത്ത് അതുമായിട്ട് ഒരുമിച്ച് സമാധാനം ഉണ്ടാക്കിയെന്ന് നടിച്ചു. എങ്ങനെ സമാധാനം ഉണ്ടാക്കിയെന്ന് കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് സമാധാനം? ആരാണ് ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ സമാധാനം ഉണ്ടാക്കുന്നതാണ് ദൈവപുത്രൻ എന്ന് മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരായിരിക്കണം. എങ്ങനെ സമാധാനം ഉണ്ടാക്കുന്നതാണ് തുറന്ന് പറഞ്ഞിരിക്കുന്നത്? ക്രൂശുമേൽ വെച്ച് ശത്രുത്വമില്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏകശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ അവൻ വന്നു. ദൂരത്തായിരുന്നു നിങ്ങൾക്ക് സമാധാനവും സമീപത്തായിട്ടുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു ആണ് യോഹന്നാൻ സുവിശേഷം അറിയിച്ചു തുടങ്ങി. യോഹന്നാൻ സ്നാപകൻ സുവിശേഷം അറിയിച്ചു തുടങ്ങി. എന്താ അറിയിച്ചു തുടങ്ങിയെന്നറിയാമോ? നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. യേശു ജനിച്ചപ്പോൾ അന്നവിടെ പാട്ടുപാടി മനുഷ്യ ഹൃദയങ്ങളോട് അത് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടത്തക്കവണ്ണമുള്ള ഒരു വലിയ പാട്ട് സ്വർഗീയ സൈന്യം ഒരുമിച്ച് ആലപിപ്പാനിടയായി തീർന്നു. അവർ പാടിയത് പ്രകാരമായിരുന്നു: അതെ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൈവപ്രസാദം ഉദിക്കുന്ന കാലഘട്ടത്തിൽ യേശു ജനിച്ചപ്പോൾ, കാലസമ്പൂർണ്ണതയിൽ യേശു ജനിച്ചപ്പോൾ ദൂതന്മാർ പറയുകയാണ്,
ഭൂമിയിൽ ദൈവപ്രസാദമുള്ള ഒരു കാലഘട്ടം വരാൻ പോകുന്നു. അതുവരെയും ദൈവത്തിന് പ്രസാദം വരുത്തുവാൻ കഴിഞ്ഞിരുന്നില്ല, ദൈവത്തിന് പ്രസാദം തോന്നുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ തൻ്റെ പുത്രന്റെ രക്തമുഖാന്തരം ദൈവം പ്രസാദിച്ചത് കൊണ്ടാണ് ഇതിനെ പ്രസാദ കാലമെന്ന്. ഇപ്പോൾ പ്രസാദകാലം ഇപ്പോഴാകുന്നു. രക്ഷാ ദിവസത്തെ കുറിച്ച് പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ശേപ്രവചനമൊക്കെ വായിച്ചാൽ മതി. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന അർത്ഥം പറഞ്ഞിരിക്കുന്നത് കുഞ്ഞാടാകുന്ന യേശു ക്രിസ്തു മരിച്ചു കഴിയുമ്പോൾ അവന്റെ രക്തം മുഖാന്തരം ഉണ്ടാകുന്ന ആ വിടുതൽ, ആ ശുദ്ധത, ആ സൗഖ്യം, ആന്തരിക ആത്മാവിന്റെ വിടുതൽ, അത് നമ്മളിൽ വ്യാപരിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്നതിനെയാണ് ഈ പറയുന്ന സുപ്രസാദ കാലമെന്ന്. ഇപ്പോൾ ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ ആ കർത്താവിന്റെ പ്രീതി നമ്മുടെ മേൽ ഉദിച്ചപ്പോൾ സുവിശേഷത്തിലേക്ക്, അതിന്റെ പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ കഴിഞ്ഞതുകൊണ്ട് അപ്പോഴേക്കും അവൻ വന്ന് നമുക്ക് അവൻ ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമീപത്തായിരുന്ന നിങ്ങൾക്ക് സമീപം എന്ന് പറഞ്ഞാൽ യഹൂദനോട് സമാധാനം പ്രസ്താവിച്ചു. ദൂരത്തായിരുന്ന ജാതികളായിരിക്കും നമ്മളോട് കർത്താവ് സമാധാനം പ്രസ്താവിച്ചു. ദൂരസ്ഥരായിരുന്നു നമ്മെ കുഞ്ഞാട് രക്തം കൊണ്ട് സമീപസ്ഥരാക്കി തീർത്തു. അവരുടെ സമീപസ്ഥരാക്കി തീർത്തു. കുഞ്ഞാട് രക്തം കൊണ്ട് പിതാവാം ദൈവത്തോട് നമ്മെ സമീപസ്ഥരാക്കി തീർത്ത്, ദൈവത്തോട് സമീപസ്ഥരാക്കി തീർത്തതുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് ദിവസങ്ങളിൽ കൃപാസനത്തേക്ക് അടുത്തെല്ലാനുള്ള ധൈര്യം ലഭിച്ചിരിക്കുക. ആ രക്തത്തിന്റെ ശക്തിക്കായി, ജയത്തിനായി രാത്രി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇവിടെ അത് സംസാരിച്ചത് ലോകത്തിലുള്ള സകല മനുഷ്യരോടുമാണ് പറയുകയാണ്. ദൂരത്തായിരിക്കും നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് രണ്ടാമത് പറയുകയാണ്, ദൂരത്തായിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് സമാധാനവും സമീപത്തുള്ളവർക്ക് സമാധാനവും സുവിശേഷിച്ചു. ദൂരത്തുള്ളവർക്കാണ് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സമാധാനം ലഭിച്ചിരിക്കുന്നത്. സമീപത്തുണ്ടായിരുന്ന ഇസ്രായേൽ ഇന്ന് വരെയും അത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ഈ നാളിൽ നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇസ്രായേലേ, യെരൂശലേമേ, ഇന്നും നീ അനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളും കഷ്ടതകളും അസ്വസ്ഥതകളും അസമാധാനവും മറ്റൊന്നുമല്ല. യേശു എന്ന രക്ഷകൻ നിനക്ക് മറയപ്പെട്ടിരിക്കുക, മറച്ചു വെച്ചിരിക്കുക. ദൈവത്തിനൊരു സമയമുണ്ട്. നീ കടന്നു പോകേണ്ട മേഖലകളിലൂടെ സന്ദർശന കാലത്തൂടെ കടന്നു പോകണം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ചുറ്റും വാടകൂരി നിന്നെ വളഞ്ഞ് 4 വരവും ഞെക്കി നിന്റെ മക്കളെ നിലത്തിൽ തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കുന്ന കാലം നിനക്ക് വരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോഴും ഇതുവരെയും അവര് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് സമാധാനമില്ലാതിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവരുടെ അതിക്രമത്തെ ദൈവം ക്ഷമിക്കും. കർത്താവിന്റെ രണ്ടാമത്തെ വരവിലോ കുത്തേങ്കിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന് പ്രസാദമുണ്ടാകുമ്പോൾ അവർക്കും ആ നാളിൽ അവരും രക്ഷിക്കപ്പെടും. കർത്താവ്, ഈ നാളിൽ നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, പക്ഷെ ഈ നാളിൽ നിന്നിലുള്ള എല്ലാവരും അതറിയത്തില്ല. അതുകൊണ്ട് അവർക്ക് എന്നും അസ്വസ്ഥതകളാണ്, അസമാധാനമാണ്. എന്നാൽ ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, അവർക്ക് സമാധാനമില്ലാതെ ഒരെപ്പോഴും ആയുധമായിട്ട് നിൽക്കുകയാണ്. അവരൊരു ദിവസം ഉറങ്ങിപ്പോയാൽ ആ രാഷ്ട്രമില്ലെന്ന് അവർക്കറിയാം. അത്രമാത്രം പ്രതിസന്ധിയുടെ നടുവിലാണ് അവർ നിൽക്കുന്നത്. ഒരു ദിവസം അവർ ഉറങ്ങിയാൽ മതി. ഒരൊറ്റ ദിവസം അവധിയെടുത്ത് അവർ ഉറങ്ങിയാൽ ഇസ്രായേൽ ഭൂപടത്തിൽ കാണത്തില്ല. അതുകൊണ്ട് അവരെപ്പോഴും വിജിലന്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അവർക്കറിയാം ഒരിക്കലും റെസ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. ദൈവരെ അതിനെ ആക്കി വെച്ചിരിക്കുന്നതാ. അതങ്ങനെ തന്നെ കാണും. തുടച്ചു നിൽക്കാൻ കഴിയത്തില്ല. അവരുടെ പുറമെ അസ്വസ്ഥമായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവർക്കകത്ത് സമാധാനത്തിന്റെ ഒരു ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ന്യായപ്രമാണത്തിൽ അവർ ആശ്രയിക്കുമ്പോൾ അവർക്ക് മഹാസമാധാനം ഉണ്ടാകും. 119 സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ട്, സായം ലഭിച്ചിരിക്കുന്ന സമാധാനം ഇപ്പോൾ ന്യായപ്രമാണത്തിലൂടെയുള്ള മഹാസമാധാനം അവർക്കുണ്ട്. എന്നാൽ അത് പൂർണ്ണമായ സമാധാനമായിട്ടില്ല. അതുകൊണ്ടാണ് അവർ ധൈര്യത്തോടെ നിൽക്കുന്നത്. നമുക്കറിയാമല്ലോ, എത്ര രാഷ്ട്രങ്ങൾ അവർക്കെതിരെ ഒരുമിച്ച് വരുമ്പോഴും അവർ നിൽക്കുവാൻ എന്താ കാര്യം? ക്രിസ്തുയേശുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് നടന്നിട്ടില്ല, അത് പിന്നെ എങ്ങനെയാണ് അവർക്കൊന്നുള്ള ചോദ്യമുണ്ടാകും. കർത്താവ് പറഞ്ഞു, നിന്റെ സമാധാനത്തിൽ നീ അറിഞ്ഞത് കൊള്ളായിരുന്നു. നിനക്ക് സമാധാനം ഉള്ളത് ന്യായപ്രമാണം കൊണ്ടാണ്. അതുകൊണ്ടാണ് 119 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ 165 നിന്റെ ന്യായപ്രമാണത്തോട് പ്രിയമുള്ളവർക്ക് മഹാസമാധാനം, അവർക്ക് വീഴ്ചയ്ക്ക് സംഗതിയതുമില്ല. ഈ ഒരൊറ്റ വചനത്തിൽ അവർ പിടിച്ചു നിൽക്കുന്നത്, ന്യായപ്രമാണം പിടിച്ചു നിൽക്കുക. അതുകൊണ്ട് അവർക്ക് മഹാസമാധാനമുണ്ട്. അതുകൊണ്ടാണ് പിടിച്ചു നിന്ന് പോകുന്നത്. എന്ന് പറഞ്ഞാൽ അസ്വസ്ഥപ്പെടാതെ, കലങ്ങിപ്പോകാതെ, ഭീരുക്കളായ അല്ലെങ്കിൽ ആലോചിച്ച് ഒരൊറ്റ ദിവസം പോലും ഇസ്രായേൽ നിലനിൽക്കാൻ കഴിയത്തില്ല. അവർ ദൈവത്തിൽ ആശ്രയിക്കുക. അവർ കിട്ടിയ ന്യായപ്രമാണത്തിൽ അവർ ആശ്രയിച്ച് മഹാസമാധാനത്തോടെ ഇരിക്കുക. എന്നാലോചിച്ച് ചുറ്റും എല്ലാവരും എതിരായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും? എങ്ങനെ സ്വസ്ഥമായിട്ട് എടുക്കാൻ പറ്റും? പക്ഷേ ഒരു മഹാസമാധാനം അവർക്കുണ്ട്. പക്ഷേ കർത്താവ് പറഞ്ഞു, നിന്റെ സമാധാനം ഈ ലോകത്തിന്റെ സ്വസ്ഥതയ്ക്കും ഉള്ള കാര്യങ്ങൾ നീ കണ്ടുപിടിക്കുന്നത്. അവർക്കതേ ഉള്ളൂ, ലോകത്തിലൊരു രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കണം. അതാണ് അവിടെ ആഗ്രഹം.
എന്താ പറഞ്ഞാൽ അതിനുള്ള സമാധാനം നിനക്ക് നൽകാം. പക്ഷേ ദൈവം നമുക്ക് നൽകുന്ന സമാധാനം ഇവിടെ ഒരു രാഷ്ട്രമുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ളതല്ല. ഇവിടെ ഏതെങ്കിലും രാഷ്ട്രത്തെ ഭരണം പിടിച്ചെടുക്കാനുള്ളതല്ല. നമ്മളെല്ലാം കൂടി ഇലക്ഷനിൽ നിന്നിട്ട് അവിടെ അത് പ്രാർത്ഥിച്ചത് കയ്യിലാക്കിയെടുക്കാനല്ല ദൈവം നമുക്ക് സമാധാനം നൽകിയിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സമാധാനം ദൈവരാജ്യത്തിന്റെ സമാധാനമാണ്. അത് നിത്യതയുള്ള ബന്ധത്തിൽ യേശു രാജാവായി വാഴുന്ന രാജകീയമായിരിക്കുന്ന ഒരു സമാധാനം നിത്യതയുടെ രാജ്യമാണ്. അപ്പോൾ അത് ലഭിക്കണമെങ്കിൽ അതിനുള്ള കാരണമായി തീർന്നിരിക്കുന്നത് ക്രിസ്തു യേശു മുഖാന്തരമല്ലാതെ മറ്റൊരു കാര്യവും നടക്കത്തില്ല. അതുകൊണ്ട് ആന്തരിക സമാധാനം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങണമെങ്കിൽ കുഞ്ഞാടിന്റെ രക്തത്തിലല്ലാതെ മറ്റൊരു മാർഗമില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ന്യായപ്രമാണത്തിൽ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് മഹാസമാധാനം ഉണ്ടാകും, പക്ഷേ അത് ഇവിടം കൊണ്ട് തീർന്നു പോകുന്നതാണ്. ഇവിടുത്തെ ഒരു രാഷ്ട്രത്തിന് വേണ്ടി നീ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. പക്ഷെ ഇതല്ല ദൈവം വിഭാവനം ചെയ്തിരിക്കുന്ന, അബ്രഹാമിയുടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവരാജ്യം ഇതല്ല. ഇതിനപ്പുറമായിട്ടുള്ള ഒരു വരുവാനുള്ള ലോകമുണ്ടെന്നുള്ള കാര്യം ഇന്നും അവർക്ക് മറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞത്, നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അവർക്ക് നിത്യരക്ഷയുടെ സമാധാനമില്ല. എന്നാൽ ഏഴകൾ ആയിക്കുന്ന പൊടികളാകുന്ന നമ്മളെ നോക്കി മുക്കുവന്മാരായിരിക്കുന്നവരെ നോക്കി കർത്താവ് പറഞ്ഞു, നിങ്ങൾ വലിയ പഠിത്തക്കാരല്ല, നിങ്ങൾ ശാസ്ത്രിമാരോ അല്ലെങ്കിൽ പരിജ്ഞാനമുള്ളവരോ റബിമാരോ അങ്ങനെയുള്ള വലിയ കാര്യമുള്ളവരൊന്നും അല്ല, സാധാരണക്കാരാ. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാകും എന്നത് തന്നെയാണ്. വലിയ പാണ്ഡിത്യമുള്ളവർക്കൊന്നും മനസ്സിലാകത്തില്ല. അവർക്ക് പാണ്ഡിത്യം വിട്ടു പോകാൻ കഴിയത്തില്ല, അവരുടെ സ്ഥാനമായി മഹിമകൾ വിട്ടു പോകാൻ കഴിയത്തില്ല. പക്ഷേ ഇവർക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും വീണ് കിടന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തോട് കർത്താവേ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൽ നിലവിളിക്കാം. വലിയ അറിവുള്ളവർക്ക് അറിയാൻ പ്രയാസമാണ്, പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, പ്രാർത്ഥന ചോദിക്കാൻ ബുദ്ധിമുട്ടാണ്. മറ്റുള്ളവർ പ്രാർത്ഥന ചോദിക്കാൻ പോലെ ചിലർക്ക് ബുദ്ധിമുട്ടാണ്. എങ്ങനെയാ പ്രാർത്ഥന ചോദിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനേക്കാൾ വലിയവരാണോ ഞാനും നിങ്ങൾ? ആണോ? അല്ല. ആണോ? അല്ല. കർത്താവ് പറഞ്ഞു പ്രാർത്ഥിക്കണം കേട്ടോ, അല്ലേ? അല്പസമയം പ്രാർത്ഥിക്കാൻ പറഞ്ഞു, പ്രാർത്ഥന ആവശ്യപ്പെട്ടു. കർത്താവ് വരെ പ്രാർത്ഥന ആവശ്യപ്പെട്ടു. പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് ഒരു ചെറിയ ഒരു വലിയൊരു നാണക്കേടല്ല. പ്രാർത്ഥന ആവശ്യപ്പെടണം, റിക്വസ്റ്റ് ചെയ്യണം. അതിന് യാതൊരു കുഴപ്പമില്ല. പ്രാർത്ഥിക്കുന്നതോട് പ്രാർത്ഥന ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. അതിനുവേണ്ടി എല്ലാ പ്രാർത്ഥനക്കാരെ ചെയ്യുന്നത്. അതൊരു ബുദ്ധിമുട്ടോ ഭാരമൊന്നുമില്ല. പ്രാർത്ഥന ആവശ്യപ്പെടണം, പ്രാർത്ഥന ആവശ്യമാണ്. നിരന്തരമായി പ്രാർത്ഥിക്കും, വിടുതൽ കിട്ടുന്നവരെ പ്രാർത്ഥിക്കും. ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. മനുഷ്യൻ അസ്വസ്ഥമായി തീരുമ്പോൾ അവരുടെ സമാധാനം നഷ്ടം, അവൻ വിശ്വാസത്തിന് പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, വിഷയം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അവിശ്വാസിയായി തീരും. അതുണ്ടാകാതിരിക്കാൻ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ വിശ്വാസം നിൽക്കുന്നത്. കാര്യം മനസ്സിലായോ? നമ്മൾ വലിയ പ്രശ്നമുണ്ടായി പ്രതികൂലമൊക്കെ ആയിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുന്നില്ല കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം ഇതൊക്കെ വിട്ടങ്ങ് പോകും. പക്ഷെ കർത്താവിന്റെ കൃപയാൽ നമ്മെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ദൈവം അന്യപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് വിടുതൽ നൽകുന്നതാണ്. അകത്തുള്ള വിശ്വാസം, അകത്തുള്ള സമാധാനം ദൈവം തന്ന് നമ്മളെ നിർത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമാധാനത്തിന്റെ സുവിശേഷം അത് കർത്താവ് പറഞ്ഞു, ദൂരത്തായിരുന്ന നിങ്ങൾക്ക് സമാധാനവും സമയത്തുള്ള സമാധാനവും സുവിശേഷിച്ചതല്ലേ ദൂതന്മാർ പാടിയത്. പറഞ്ഞു, വലിയ പാണ്ഡിത്യമുള്ളവർക്കല്ല, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് എന്ന് പറഞ്ഞ കർത്താവ് എന്ത് പറഞ്ഞാലും ആമേൻ കർത്താവ് എന്ന് പറയുന്നവർക്കാണ് ദൈവപ്രസാദം ഉണ്ടാകുന്നത്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് എൻ്റെ തലക്കനം വെച്ചുകൊണ്ടിരുന്നാൽ ദൈവപ്രസാദം ലഭിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഈ സന്ദേശം അധികം നീണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എനിക്കൊരു കാര്യം പറയാം, ഇന്ന് രാത്രി ദൈവാത്മാവ് നമ്മുടെ കൃത്യമായി സംസാരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നന്നായി കാണുന്നുണ്ട്. നമുക്ക് ക്രിസ്തു മറഞ്ഞിരിക്കുകയാണെങ്കിൽ ഉള്ളിൽ സമാധാനം കാണത്തില്ല. എന്നാൽ യേശു നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ ഉറക്കം പറയണം, എൻ്റെ ക്രിസ്തു എന്നിൽ വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ട്, അല്ലെ? അന്ധകാരം ഭൂമിയെയും കുരുട്ടുജാതികളെയും മൂടുമ്പോൾ യഹോവ നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അവിടെ ഉദിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീത്തോസിന്റെ ലേഖനത്തിൽ പറഞ്ഞു, നമ്മുടെ മേൽ ദൈവത്തിന്റെ പ്രീതി ഉദിച്ചപ്പോൾ, ഇത്ര വലുതാണെന്നറിയാമോ? സൂര്യൻ ഉദിക്കുമ്പോൾ, അത് ഒരു പ്രഭാതമുണ്ടാകുമ്പോൾ സന്തോഷമുണ്ട്. ഏതായിരുന്ന ആത്മീയ അകത്ത മനുഷ്യനെ അവനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി യേശു ക്രിസ്തു നമ്മൾ ഉദിച്ചപ്പോൾ
അവന്റെ മുഖപ്രകാശത്തിന്റെ ശോഭ മുഖാന്തരമായി, അവന്റെ പരിജ്ഞാനമാകുന്ന സുവിശേഷം മുഖാന്തരമായി എന്നെ നിങ്ങളെ പ്രകാശിപ്പിച്ചപ്പോൾ നമുക്ക് ആന്തരികമായൊരു സമാധാനം. അവിടെ ചോദിക്കില്ല, എന്താ നീ ഇങ്ങനെ പാടുന്നത്, എന്താ നിങ്ങളിങ്ങനെ കൈകൊട്ടി പാടുന്നത്, എന്താ നിങ്ങൾക്ക് എന്താ സന്തോഷം എന്ന് ചോദിക്കുന്നു. കാരണം നമുക്ക് മൈക്ക് വേണ്ട, വലിയ ആൾക്കൂട്ടം വേണ്ട. പക്ഷേ 10 ദൈവമക്കൾ കൂടിയിരിക്കുമ്പോൾ ആയിരക്കണക്കിന് വാട്സുള്ള ശബ്ദമുണ്ടാക്കുന്നവരെക്കാൾ വലിയ പ്രകമ്പനം സൃഷ്ടിക്കുന്നതാണ് ദൈവാരാധന. അത് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ്, അല്ലെ? അത് കേൾക്കുമ്പോൾ പലർക്കും ഭയങ്കര വിമിഷമാ, പ്രയാസമാണ്. നമ്മളെന്താ ചെയ്യുന്നത്? 2 പാട്ട് പാടിയ ദൈവത്തെ ആരാധിക്കുമ്പോൾ പലർക്കും അസ്വസ്ഥതയാണ്. മണിക്കൂറുകളോളം 24 മണിക്കൂർ മൈക്ക് വെച്ച് എന്ത് വിളിച്ചു പറഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോൾ ഫുട്ബോളാ, ലോകത്തിൽ എവിടെയും വെച്ച് വലിയ സ്ക്രീനിൽ വെച്ച് ആരവത്തോടു കൂടി കണ്ടാൽ കുഴപ്പമില്ല. പക്ഷേ ദൈവമക്കൾ 5 or 6 പേര്, 2 or 3 പേര് കൂടിക്കഴിഞ്ഞാൽ ചിലത് നോക്കിയിട്ടുണ്ട്, പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ ഇവർ ഇത്രയും പേരും ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത്. 2 or 3 പേരുടെ ചെരുപ്പേ ഉള്ളൂ, പക്ഷെ അകത്ത് ഭയങ്കര നല്ല പ്രകമ്പനമാകുള്ളൂ. ഞാൻ പറഞ്ഞത്, ഈ സന്തോഷം വന്നു കഴിയുമ്പോൾ, ആത്മാവിന്റെ പ്രചോദനം വന്നു കഴിയുമ്പോൾ, ദൈവാത്മാവിൽ സംസാരിക്കുമ്പോൾ അന്തരീക്ഷ മണ്ഡലത്തിൽ കുലുക്കമുണ്ടാകും. കുഞ്ഞാടിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് പറഞ്ഞു, അതിവിടെ സാധിച്ചെടുക്കും. അത് സാധിച്ചെടുക്കും. കുഞ്ഞാടിന്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന 2 പേർ ഒരു ഐക്യമത്യപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ കർത്താവ് ഞാൻ കാര്യം പുത്രന്റെ നാമത്തിന്റെ മഹത്വത്തിലൂടെ അത് ചെയ്തുതരാമെന്ന്, പിതാവിന്റെ മഹത്വത്തിനായി ചെയ്തുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയുകയാണ്. ആകയാൽ സമാധാനം സുവിശേഷിച്ചു, അവൻ മുഖാന്തരം നമുക്ക് ഇരുപക്ഷക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിലേക്ക് പ്രവേശനമുണ്ട്. അപ്പോൾ ഇവിടെ ക്രിസ്തു യേശു മുഖാന്തരമുള്ള സുവിശേഷമാണ് സമാധാനമുണ്ടാക്കുന്നത്. എത്ര ശ്രേഷ്ഠകരമായ വചനമാണ് സുവിശേഷം എന്നുള്ളത്. സുവിശേഷം അത് അത് സമാധാനത്തെ കെടുത്തിക്കളയും എന്ന് പറഞ്ഞാൽ, ലോകക്കാർക്ക് സമാധാനം നഷ്ടപ്പെടുത്തിക്കളയും സുവിശേഷം. ഈ ലോകത്തിന്റെ ദൈവത്തിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ അവൻ അസ്വസ്ഥമാകുന്ന, അവന് ഒരിക്കലും സമാധാനമുള്ളതല്ല. അവനെപ്പോലെ എല്ലാവരും ആകണമെന്നാ അവൻ ആഗ്രഹിക്കുന്നത്. പിശാച് ആഗ്രഹിക്കുന്നത് അവനെപ്പോലെ അസ്വസ്ഥരാകണം, അവനെപ്പോലെ അസമാധാനികളായിരിക്കണം, അവനെപ്പോലെ ഭോഷ്കന്മാരായിരിക്കണം, അങ്ങനെ അവനെപ്പോലെ അശുദ്ധിയുള്ളതായിരിക്കണമെന്ന് സാത്താൻ വിചാരിക്കുമ്പോൾ, സ്വർഗത്തിന്റെ ഉദ്ദേശം, അവന്റെ സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവമേൽ ദൈവപ്രസാദമുള്ളവരായി, ദൈവത്തിന്റെ പ്രസാദമുള്ളവരായി, കുഞ്ഞാടിന്റെ രക്തത്താലുള്ള ആ ശുദ്ധീകരണം പ്രാപിച്ച് ആന്തരികമായിരിക്കുന്ന സമാധാനം പ്രാപിച്ചു കഴിയുമ്പോൾ, കൊലക്കയർ അല്ലെങ്കിൽ കൊലക്കളത്തിൽ കൊണ്ടുപോയാലും അവിടെയും നിർഭയം നിൽക്കുവാൻ ശക്തമാക്കുന്നത് ദൈവികമായിരിക്കുന്ന ആന്തരികമായിരിക്കുന്ന സമാധാനമാണ്. അത് അവനുണ്ടാക്കുവാൻ ഇടയാത്തീർന്നു. യേശു ക്രിസ്തുവിനെ കാൽവറിയിലേക്ക് ക്രൂശിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അസ്വസ്ഥമായിട്ടല്ല യേശു അവിടെ നിന്നത്. അവൻ അത് മുഴുവൻ വഹിപ്പാൻ ഇടയാത്തീർന്നു. സകലതും അവൻ ഏറ്റെടുക്കുവാൻ ഇടയാത്തീർന്നു. അസ്വസ്ഥമാകുന്ന കലങ്ങിപ്പോകുന്നത്, അതിനു മുമ്പ് യേശു ഉള്ളം കലങ്ങി പ്രാർത്ഥിച്ചിരുന്നു, കഴിയുമെങ്കിൽ മാറിപ്പോകണമെന്ന് പറഞ്ഞു. കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ സമയത്തിന്റെ കൃത്യതയെ അറിയാൻ വേണ്ടി യേശു ഉള്ളം കലങ്ങി പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിന്റെ സമയമായി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, ദൗത്യം ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ ഒരിക്കൽ പോലും അവൻ കലങ്ങിയില്ല. അവൻ ആ ദൗത്യം ഏറ്റെടുത്ത് കാൽവറിയിൽ നമുക്ക് വേണ്ടി യാഗരക്തം ഒഴുക്കി തന്ന, നമ്മെ ബലപ്പെടുത്തുന്ന പുണ്യാഗരക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുന്നതുകൊണ്ട് ഇസ്രായേൽ യെരൂശലേമിൽ നിന്ന് മറിഞ്ഞിരിക്കുകയാണെങ്കിൽ, ദൈവത്തിന്റെ കൃപയാൽ ഈ സുവിശേഷത്തിന്റെ വ്യാപനം മുഖാന്തരമായി, സുവിശേഷം വന്നത് മുഖാന്തരമായി, ജാതികളിലും ഭാഷകളിലും ഗോത്രങ്ങളിലും ഒക്കെ പെട്ടവരായ നമ്മളിലേക്ക് ഈ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ പറഞ്ഞയാളുടെ കഴിവ് കൊണ്ടല്ല, അതേ ഇതൊന്നും അറിഞ്ഞുകൊണ്ടല്ല പ്രസംഗിച്ചത്. വഴിയെന്ന് പ്രസംഗിക്കുക, യേശുവിനെ പ്രസംഗിക്കുക, നമ്മൾ കേട്ടു. പക്ഷെ അതിൻ്റെ അകത്തൊരു ശക്തി വ്യാപരിച്ചിരുന്നു. ഉയർപ്പിന്റെ ശക്തിയാണ്, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാ, വിശുദ്ധീകരണത്തിന്റെ ശക്തിയാ. ആ ശക്തി നമ്മളുമേ വ്യാപരിച്ചപ്പോൾ, പാപിയായ ഞാനത് സ്വീകരിച്ചപ്പോൾ, ആ ശക്തി എന്നെ രൂപാന്തരപ്പെടുത്തിയെടുത്തു. അത് പിശാചിനെ അകറ്റിക്കളയുന്നതായിരുന്നു, അവനോട് എതിർത്ത് നിൽക്കുന്നതായിരുന്നു, അവനെ ദൂരത്തകറ്റി മാറ്റി. ഇന്ന് രാത്രി നാം അനുഭവിക്കുന്ന സമാധാനം
ദുഷ്ടൻ അകന്നു മാറിയതുകൊണ്ട്, പാപം അകന്നു മാറിയതുകൊണ്ട്, ശാപം അകന്നു മാറിയതുകൊണ്ട് നമ്മുടെ അകത്തുനിന്ന് സ്വസ്ഥത അനുഭവിക്കുന്നു. എത്ര പേർ കരമുയർത്തി സ്തോത്രം ചെയ്യാൻ സാധിക്കും? അതെ, എന്റെ ഉള്ളിലൊരു സമാധാനമുണ്ട്. ആ സമാധാനം എന്നെ ചുറ്റിപ്പറ്റുന്ന പാരമ്പര്യത്തിന്റെ പോരുകൾ അകന്നു മാറി, എന്നെ വിട്ടുമാറി. അതുകൊണ്ടാണ് പറഞ്ഞത്, ശത്രു എതിർത്തെലുക്കുവീൻ, അവൻ നിങ്ങളെ വിട്ടെന്ത് ചെയ്യും? ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, അവൻ നിങ്ങളോട് അടുത്തു വരും. സുവിശേഷം അടുപ്പിക്കുന്നതാ, ദൈവത്തോട് അടുപ്പിക്കുന്നതാ, ശത്രുവിനെ അകറ്റി മാറ്റുന്നതാണ് ഈ സന്ദേശം. രാത്രി വ്യാപരിക്കുന്നുണ്ട്. പൈശാചിക ശക്തികളെ, ഭൂതശക്തികളെ, രോഗശക്തികളെ, പാരമ്പര്യ ശക്തികളെ, അസമാധാനം വിതയ്ക്കുന്ന ശക്തികളെ ദൂരത്തകറ്റി മാറ്റുന്നതാണ് സുവിശേഷം, ദൈവത്തിന്റെ വചനം, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി. അത് മുഖാന്തരമാ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴൊക്കെ ഒരു പ്രത്യാശ ഉണ്ടായി. മുഖമൊക്കെ ഒന്ന് ശോഭിച്ചത്, സ്തോത്രം. അതെ, പിന്നെ മുഖം വാടിയതുമില്ല. പുറമേ വാട്ടവും കോട്ടവും ഒക്കെ ഉണ്ടെങ്കിലും അകത്തെ മനുഷ്യനൊരു വാട്ടമില്ല, കോട്ടോ. പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ നാം കരയുമ്പോഴും അകത്തൊരു മനുഷ്യനുണ്ട്. അത് ദൈവം പുതു മനുഷ്യനായി സൃഷ്ടിച്ചിരിക്കുന്ന അകത്തൊരു മനുഷ്യനുണ്ട്. അവന് കോട്ടമില്ല, വാട്ടമില്ല, മാലിന്യമില്ല. അകത്തൊരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച ആത്മാവാന്ന മനുഷ്യനെ ദൈവം അവന് ക്രിസ്തു യേശുവിനോട് സദൃശപ്പെടുത്തി ഉണ്ടാക്കിയെടുക്കുന്ന ജയത്തിന്റെ ഒരു മനുഷ്യനകത്തുണ്ട്. പുറമെയുള്ള മനുഷ്യൻ പലപ്പോഴും അസ്വസ്ഥപ്പെടാറുണ്ട്, ഭാരപ്പെടാറുണ്ട്, സ്വസ്ഥത നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ നമ്മുടെ അകത്തൊരു മനുഷ്യനെ കർത്താവാക്കി പറഞ്ഞു, എൻ്റെ സമാധാനത്തിന്റെ മകനാ, എൻ്റെ സമാധാനത്തിന്റെ സൃഷ്ടിയാണ് നിന്റെ ഉള്ളിലുള്ളത്. അത് എൻ്റെ രക്തത്തിന്റെ ശക്തി ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുക, എൻ്റെ ജീവൻ തരാൻ പോകുക. എൻ്റെ ജീവന് കൊണ്ട് ഞാൻ നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങളെ സ്വസ്ഥതയുള്ളവരാക്കി നിർത്തുമെന്ന് പറഞ്ഞു. ആദ്യമായി സമാധാനത്തിന്റെ സന്ദേശം ആരോടാ സംസാരിച്ചെന്നറിയാമോ? സുവിശേഷത്തിൽ വേദപുസ്തകത്തിൽ സമാധാനം എന്ന വാക്ക് പ്രാരംഭമായി പറഞ്ഞത് സുവിശേഷത്തിന്റെ ആദ്യം ദൈവം സംസാരിച്ച അബ്രഹാമിനോടാണ്. സമാധാനം എന്ന വാക്ക് ആദ്യമായി വേദപുസ്തകത്തിൽ ഉച്ചരിക്കപ്പെട്ടത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിലാണ്. അപ്പോൾ സമാധാനം എന്നുള്ള വാക്ക് ആദ്യമായി ഉച്ചരിക്കപ്പെട്ടത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ഞാൻ അതല്ല വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് പറയാമെങ്കിൽ ഞാൻ തിരുത്താനും തയ്യാറാണ്. പക്ഷേ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 15-ാം വാക്യത്തിലാണ് സമാധാനം എന്നുള്ള വാക്ക് ആദ്യമായി ഉച്ചരിക്കപ്പെട്ടത്. മറ്റാരോടുമല്ല പറഞ്ഞത്, അത് അബ്രഹാമിനോടാണ് പറഞ്ഞത്. അബ്രഹാമാണ് അത്രമാത്രം ഇപ്പോഴത്തെ ലോകത്തിൽ അത് സുവിശേഷത്തിലേക്കുള്ള കാച്ചൂടുവിക്കുവാൻ വേണ്ടി ഇപ്പോഴത്തെ ലോകത്തെ ദൈവം കണ്ടപ്പോൾ പുരാതന ലോകത്തിൽ നിന്ന് മാറ്റം വന്ന് 8 പേരടങ്ങുന്ന കുടുംബത്തിൽ നിന്ന്, നോഗയുടെ തലമുറയിൽ നിന്ന്, ഷേം ഹാം യാഫേത്ത് എന്നുള്ള തലമുറയിൽ നിന്ന് ഷേമിന്റെ തലമുറയിൽ നിന്ന് അബ്രഹാമിലൂടെ ദൈവം ആ പരമ്പരയിട്ടപ്പോൾ അവനെ സഞ്ചരിപ്പിച്ചു. ഒരുപാട് സ്ഥലത്തൂടെ നടത്തിക്കൊണ്ടുപോയി. ഒരു കർത്താവ് അവനോട് പറഞ്ഞു, അവന് ഭാരപ്പെട്ടൊന്നും വേണ്ട. 15-ാം അധ്യായത്തിൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഭയത്തോടെ വന്ന് വീട്ടിലിരിക്കുമ്പോൾ കർത്താവ് അവനോട് സംസാരിച്ചു. 15-ാം അധ്യായം 15-ാമത്തെ വാക്യം പ്രകാരം പറഞ്ഞിരിക്കുന്നത്, നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. പ്രവചനം പറഞ്ഞു, നീയോ സമാധാനത്തോടെ. തലമുറയ്ക്ക് വരേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ദൈവം സംസാരിക്കും കേട്ടോ. ഇങ്ങനെ പറഞ്ഞെന്നറിയാമോ? എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിനുശേഷം അവർ വളരെ സമ്പത്തോടു കൂടെ പുറപ്പെട്ടു പോരും. ഇതാണ് വിധി, മിസ്രൈമിലെ വിധി. അന്ന് പറഞ്ഞത് അബ്രഹാമോട് പറഞ്ഞ വിധിയാ. പറഞ്ഞു, അതിനുശേഷം അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. നീ അവിടെ സേവിക്കും 430 സംവത്സരം അടിമയായി സേവിക്കേണ്ടി വരും. പക്ഷെ അവസാനം ഞാൻ അവരെ വിധിക്കുമെന്ന് പറഞ്ഞു. നിന്നെ ശിക്ഷയ്ക്ക് വിധിച്ച, നിന്നെ അടിമയാക്കി വെച്ച ജാതികളെ ഞാൻ വിധിക്കും. ഒരു കഥ പറഞ്ഞു. അതിനുശേഷം അവർ വളരെ സമ്പത്തോടു കൂടെ പുറപ്പെട്ടു പോകും. ദൈവജനമേ, രാത്രി നിരാശയോടെ എൻ്റെ തലമുറ പുറപ്പെട്ടു പോകാൻ ദൈവം സമ്മതിക്കുകയില്ല. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന വെറും കൈയോടെ ദൈവം അയക്കത്തില്ല. ചില കഷ്ടതകളും ഭാരങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട്. അതേ, ചിലരെ നമ്മൾ അടിമകളെ പോലെ പല സ്ഥലങ്ങളിലും ആയിത്തീരാറുണ്ട്. പക്ഷേ അവിടെ അടിമത്തമാണെങ്കിലും നിനക്ക് വേണ്ട ശമ്പളം ദൈവം കണക്കൂട്ടി വെച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ തലമുറയ്ക്ക് വേണ്ടിയുള്ള സമ്പത്ത് അവരവിടെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവർ പുറപ്പെടുന്ന സമയത്ത് അവർക്ക് മനസ്സിൽ അലിവ് തോന്നി, ചോദിച്ചതിന് എല്ലാം എടുത്തു കൊടുത്തു. കാരണം ദൈവം പറഞ്ഞു, വളരെ സമ്പത്തോടും കൂടെ അവിടുന്ന് പുറപ്പെട്ടു പോരും. 400 സംവത്സരം അവിടെ അടിമകളായി അവിടെ ആയിരുന്നപ്പോൾ സമ്പാദിക്കാനൊന്നും കഴിഞ്ഞില്ല.
ആ ജീവന് വേണ്ടിയുള്ളത് മാത്രം തിന്നുകൊണ്ട് പറവോന് വേണ്ടി സംഭാരഗ്രഹങ്ങൾ നഗരങ്ങൾ പണിത് ഉയർത്തുവാൻ വേണ്ടി ഇടയാക്കി തീർത്തു. അത് മാത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവരങ്ങനെ പണിത് ജീവിതത്തിൽ ആഹാരം കഴിച്ച് ഉപജീവനത്തിനുള്ള കാര്യങ്ങൾ മാത്രം നടത്തിയെടുത്ത് പോന്നു കഴിഞ്ഞപ്പോൾ ധരിക്കാൻ വസ്ത്രവും അവർക്ക് കഴിക്കാൻ ആഹാരവും മാത്രമാണ് ലഭിച്ചുകൊണ്ടിരുന്ന, ഒന്നും അവരുടെ കയ്യിൽ കൊടുത്തിരുന്ന സമ്പാദ്യമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു ഇസ്രായേലിന്. പക്ഷേ സ്വർഗം സമ്പാദിച്ചിരുന്ന രാത്രിയിൽ 2026 ദൈവാത്മാവ് ദൂത് പറയുക, നിനക്ക് സമ്പാദ്യമില്ലാത്ത ഒരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ടെങ്കിൽ ദിവസങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് കരുതി വെച്ചിട്ടുണ്ട്, ചരിതിച്ചു വെച്ചിട്ടുണ്ട്. അത് കിട്ടേണ്ട സമയങ്ങളിൽ ദൈവാത്മാവ് നമ്മുടെ കരങ്ങളിൽ എത്തിക്കുവാൻ ദൈവ വിശ്വസ്തന. 400 സംവത്സരം കഴിഞ്ഞ് 430 വർഷം ആയ സമയത്ത് അവരുടെ 400 വർഷത്തെ ആ പ്രവാസകാലം കഴിഞ്ഞപ്പോൾ പുറപ്പെട്ടു പോന്നപ്പോൾ 430 വർഷം ആ ദിവസമായ സമയത്ത് അവർ പുറപ്പെട്ടു പോന്നപ്പോൾ അവർ വെറും കൈയോടെ അല്ല പോന്നത്. അബ്രഹാമിനോട് പറഞ്ഞ ആ വാക്തത്വം അനുസരിച്ച് അതുപോലെ തന്നെ അവര് സമ്പന്നതയോട് കൂടിയാ പോകുന്നത്. പിന്നീട് നമുക്ക് വെളിപ്പെടാൻ കാണുന്നത് ഇവരെല്ലാം അവിടെ കുടഞ്ഞിട്ടു. എവിടെയാ കുടഞ്ഞിട്ടെന്നറിയാമോ? ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടി വന്നപ്പോൾ രത്നങ്ങളും മുത്തുകളും അതേ സ്വർണവും വെള്ളിയും ഇതെല്ലാം മിസ്രൈമിലുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി അവിടെ കുടഞ്ഞിട്ട് അവര് ദൈവത്തിന്റെ ആലയം സമാഗമന കൂടാരം ഉപകരണങ്ങൾ പണിയാൻ വേണ്ടി ദൈവം അവർക്ക് വേണ്ടി കൊടുത്തിരുന്നു. ദൈവജനമേ, ഇന്ന് രാത്രി ദൈവം കരുതിയിട്ടുണ്ടെങ്കിൽ ദിവസങ്ങളിൽ ചില ഇല്ലായ്മകൾ, ചില ശൂന്യതകളെ കണ്ടുകൊണ്ട് നീ ഭാരപ്പെടേണ്ട. 4 തലമുറകളിൽ ഒരുപക്ഷെ 3 തലമുറകളും വലിയ പ്രതിസന്ധികൾ കടന്നു പോയെങ്കിൽ 4ാമത്തെ തലമുറയായപ്പോൾ ദൈവത്തിന് സമയമായപ്പോൾ വിടുവിച്ചതുപോലെ ഇന്ന് രാത്രിയിൽ ചില തലമുറയുടെ മാറ്റങ്ങൾക്ക് വേണ്ടി ദൈവാത്മാവ് ഇടപെടാൻ പോകുക. കഴിഞ്ഞ നാളുകളിലെ ചില പ്രതിസന്ധികളെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെട്ട് വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിനായി ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ സമയക്രമങ്ങൾ അത് ദൈവത്താൽ നിയന്ത്രിക്കപ്പെട്ട അനുഗ്രഹത്തിൻ്റെതായി മാറും. ഇവരിറങ്ങി തിരിച്ചു പോന്നു. അവര് സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോകുന്ന അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. നീയോ അബ്രഹാമോട് പറഞ്ഞ, അബ്രഹാമേ, നീ ഭാരപ്പെടുകയൊന്നും വേണ്ട. നീ സുവിശേഷം നിന്നോട് ഞാൻ ആദ്യം അറിയിച്ചതാണ്. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കുമുള്ള സുവിശേഷം അവനോട് അറിയിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നീയാണ് സുവിശേഷം ആദ്യമായി കേട്ടത്. അതുകൊണ്ട് നീ മുഖാന്തരമായിട്ട് സകലരും അനുഗ്രഹിക്കപ്പെടും. നിന്നിലൂടെ ഒരു സന്തതി ജനിക്കപ്പെടപ്പെടും. യേശുക്രിസ്തു എന്ന സമാധാനം ഉണ്ടാക്കുന്നവൻ ജനിക്കപ്പെടണം. അതിൻ്റെ ഒരു തലമുറയുടെ കണ്ണിയായതുകൊണ്ട് നീ സമാധാനത്തോടെ ചേരുമെന്ന് പറഞ്ഞു. രാത്രി പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ അസ്വസ്ഥപ്പെടരുത്. നീ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടുമെന്ന് പറഞ്ഞു. നീ അസ്വസ്ഥപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, സമാധാനത്തോടെ വിടുകയുള്ളെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആണ് അബ്രഹാമിന്റെ അവസാനമുണ്ടായത്. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മോട് ഇടപെടുന്നത് അസമാധാനത്തിന്റെ ഒരു ദൂതല്ല നമ്മൾ വ്യാപരിക്കുന്നത്. ഈ ലോകം നാം വിട്ടുപോകുമ്പോൾ ആ ദൈവം തന്ന സമാധാനത്തിന്റെ വർധനവിലായിരിക്കും നാം പുറപ്പെട്ടു പോകുന്നത്. രാത്രിയവർക്ക് വിശ്വസിക്കാൻ കഴിയും. നമ്മളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആ സമാധാനം യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ, അതിനെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. ക്രിസ്തു യേശുവിന്റെ രക്തത്തിനെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അവന്റെ ശരീരം വചനമാണ്. അവന്റെ ആത്മാവ് ആത്മാവ് പിതാവാം ദൈവത്തിൻ്റെതാണ്, പരിജ്ഞാനത്തിനാണ്. അവന് വ്യാപരിച്ച രക്തമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ആത്മാവ് മുഖാന്തരമായുള്ള രക്തത്തിനായി സ്തോത്രം ചെയ്യാം. അപ്പോൾ യെരൂശലേമിനെ നോക്കി ദൈവം പറഞ്ഞു, ഈ നാളിൽ നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു, പക്ഷേ നീ അറിയത്തില്ല, നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുകയാണ്. ഇന്ന് സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് സമാധാനമില്ലാത്തിരിക്കുന്നെങ്കിൽ, അതേ ഒരു പക്ഷേ എല്ലാം പ്രതികൂലമാകുമ്പോഴും അതിന്റെ മധ്യത്തിൽ കിടന്നുറങ്ങണമെങ്കിൽ സമാധാനം. നമ്മൾ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ? അവർ കിടന്നുറങ്ങും. അവർക്ക് മറ്റു കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും പ്രശ്നം, ഒരുപക്ഷെ ഭയങ്കര വിഷയമോ അവിടെ യുദ്ധമോ ഒക്കെ മുറുകിയാലും കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങും. കാരണം എന്താ? അവർക്കിതൊന്നും പ്രശ്നമല്ല. അവിടെ അകത്തൊരു സമാധാനമുണ്ട്, കിടന്നുറങ്ങും. എന്നാൽ അല്പമെങ്കിലും കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെന്ത് അസ്വസ്ഥപ്പെടും. അത് വരുമോ ഇത് വരുമോ എന്നൊരു പേടിയൊക്കെ ആയിരിക്കും. രാത്രി കുഞ്ഞിനെ പോലെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. കഥാവേ, എനിക്ക് മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല, നമുക്ക് വെളിപ്പെടുത്തി തന്ന ദൈവത്തിനായി സ്തോത്രം ചെയ്യാം. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയത് മറ്റൊന്നുമല്ല,
ഈ നസറയനെ വെളിപ്പെട്ട് കിട്ടിയതിനായി ഇന്ന് രാത്രിയിൽ നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന് ഉള്ളിൽ സന്തോഷത്തോടെ ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാൻ പോവുകയാണ്. അത് ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്, കൃത്യമായി സംസാരിക്കുന്നത്. എനിക്ക് മണിക്കൂറുകൾ ഇത് സംബന്ധമായി സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിലും ഞാൻ രാത്രി അതിനെ തുനിയാതിരിക്കുന്നത്, അതെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഒരു 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 വലിയ പ്രാർത്ഥനയുടെ അന്തരീക്ഷം നമുക്കുണ്ടാകും. നമുക്ക് വിവിധ വിഷയങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കണമല്ലോ. ഇന്നലെ രാത്രി ഒരു വിടുതൽ രാത്രി ദൈവാത്മ നൽകാൻ പോകുക, സമാധാനമില്ലാത്ത അവസ്ഥകൾക്ക് മാറ്റം വരുത്താൻ പോകുക. എല്ലാവരും യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വന്നാട്ട് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ച, നമുക്ക് വേണ്ടി ഭാരമേറ്റ ആ കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രി വ്യാപരിക്കാൻ പോകുക. ആ ക്രൂശിന്റെ ആ കാൽച്ചൂട്ടിലേക്ക് നമുക്കിന്ന് വന്ന് നിൽക്കാം. അതെ, അവന്റെ മുമ്പാകെ മുട്ടുകുത്തിയിട്ട് പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ വിഷയങ്ങൾ ഇതൊക്കെയാണ്, എൻ്റെ ജീവിതത്തിലെ അസ്വസ്ഥത, എൻ്റെ ജീവിതത്തിലെ അസമാധാനം ഇതാ, എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നം ഇതാ. ഇന്ന് രാത്രി നിന്റെ രക്തത്തിൽ ജയമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇന്ന് രക്തത്തിൽ ആശ്രയിച്ച് ഇന്ന് രാത്രി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ സമാധാനം നൽകാവുന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. നിന്റെ രക്തം സമാധാനം ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആ സമാധാനം ഉണ്ടാക്കിയ രക്തത്തിന്റെ ശക്തിയെ ഞാൻ ജയമെടുക്കുകയാണ്. കുഞ്ഞാടിന്റെ രക്തം നമ്മെ ശുദ്ധീകരിച്ച് നമ്മുടെ ഭയമെല്ലാം മാറ്റി നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തിയ ദിവസങ്ങളിൽ ശക്തന്മാരാക്കി നിർത്തുമ്പോൾ ദിവസങ്ങളിൽ കർത്താവ് പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അങ്ങനെയാണെങ്കിൽ സുവിശേഷത്തിന്റെ ശക്തിയുമായി ഇറങ്ങിത്തിരിക്കുന്ന ദൈവമക്കളെ ദൈവം പറയും, ഇവർ സമാധാനം ഉണ്ടാക്കുന്നവരാ. അത് ഇവർ സമാധാനം ഉണ്ടാക്കുന്നത്. പൗലോസിനെ നോക്കി പറഞ്ഞില്ലേ, ഇവർ ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് പറഞ്ഞില്ലേ, ഇവർ സംസാരിക്കുന്നത് ദൈവത്തിന്റെ ദൂതാണെന്ന് പറഞ്ഞില്ലേ. കാരണം വെളിച്ചപ്പാടത്തെയാണ് വിളിച്ചു പറഞ്ഞ് സത്യമാ പറഞ്ഞെന്ന് പറഞ്ഞു. അത്യുന്നതന്റെ ദാസന്മാരായി തീരുവാൻ, ദൈവത്തിന്റെ ദാസന്മാരായി തീരുവാൻ സുവിശേഷത്തിൽ പ്രാർത്ഥിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മളെ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യന്മാർ എന്നതിന്റെ അർത്ഥം സുവിശേഷം അറിയിക്കുന്നവരെയാണ് ഈ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അതിന്റെ യഥാർത്ഥ മീനിങ് ഇതാണ്. ക്രിസ്തുവാണ് സമാധാനം, സുവിശേഷമാണ് സമാധാനം. ആ സുവിശേഷം മുഖാന്തരമായി അസമാധാനമായിരിക്കുന്ന, അസ്വസ്ഥമായിരിക്കുന്ന, ഭയത്തിലായിരിക്കുന്ന, മരണഭയത്തിലായിരിക്കുന്ന, ജീവനിൽ ഒരു പ്രത്യാശമില്ലാത്ത അനേകരിലേക്ക് ഈ സന്ദേശം എത്തിച്ചേരുവാൻ രാത്രി നമുക്ക് സുവിശേഷ വക്താക്കളാക്കി തീരാം. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിന്റെ പുത്രൻ ഉണ്ടാക്കിയ സമാധാനം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിന്റെ കൊണ്ട് സുവിശേഷത്തിന്റെ വക്താക്കളായി സമാധാനം ഉണ്ടാക്കുവാൻ ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ തോറും, അതേ, ഈ ദിവസങ്ങളിൽ രാജ്യങ്ങൾ തോറും സഞ്ചരിക്കുവാൻ ദൈവാത്മാവ് കണ്ടിരിക്കുന്ന ജീവിതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനായി പ്രാർത്ഥിക്കുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ ചുമൽ കൊടുക്കുവാൻ ദൈവം ബലപ്പെടുത്തുന്ന ജീവിതങ്ങൾക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞാടിന്റെ രക്തത്തിൽ ജയമുള്ളത് കൊണ്ട് ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പറയാം, ഞാൻ പരാജയത്തിന്റെ ഒരുവനല്ല, എന്റെ ദൈവം ജയാളിയായതുകൊണ്ട് ഞാനും ജയാളിയാണ്. നിന്റെ ജീവിതം ഒരു പരാജയമാണോ? രാത്രി ദൈവാത്മാവ് പറയുന്നല്ല. നിനക്കത് മറിഞ്ഞിരിക്കുന്നെങ്കിൽ, നിനക്ക് നിന്റെ സമാധാനത്തിൽ നീ അറിയുന്നില്ല എങ്കിൽ, ക്രിസ്തു വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെട്ടിട്ടില്ലെങ്കിൽ അകത്ത് സമാധാനം ഉണ്ടാകത്തില്ല. കർത്താവ് പറഞ്ഞു, എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നെ. പരിശുദ്ധാത്മാവിനെ തന്നിട്ട് പറഞ്ഞു, തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, അത് തരാ പോവുക, നിങ്ങളുടെ മേൽ വരും. പുതിയ നിയമസഭയ്ക്ക് സമാധാനമുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ബാഹ്യമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രോസിക്യൂഷൻ വളരെ പ്രതികൂലം ഉണ്ടാകാം, വിരുദ്ധമായി ഉണ്ടാകാം, ആരാധിക്കരുതെന്ന് പറയുമായിരിക്കാം, വലിയ വിഷയം ഉണ്ടായിരിക്കാം. ഇതെല്ലാം വരുമ്പോഴും സ്വസ്ഥ സമാധാനത്തോടെ ഈ വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള ദൈവകൃപയ്ക്കാണ് രക്തത്താലുള്ള ജയമെന്ന് പറയുന്നത്. രാത്രി നമ്മുടെ അസ്വസ്ഥപ്പെടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഓരോന്നായി ദൈവസന്നിധി സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, എന്നെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന്മേൽ കർത്താവേ ജയം നൽകുവാൻ അങ്ങയുടെ രക്തത്തിന് കഴിയുമല്ലോ. എത്ര പേർക്ക് സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയും? രാത്രിയിൽ സമാധാനമുള്ളവരാണോ നാം? അത് ലോകത്തിൽ ഒന്നും സമാധാനത്തിനുള്ളത് ഇല്ല പ്രിയപ്പെട്ടവരെ. അതൊക്കെ താൽക്കാലികങ്ങളാണ്. ഒരാൾ വന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാൽ അല്പസമയത്ത് സമാധാനം കിട്ടുമായിരിക്കും. എന്നാൽ കർത്താവ് പറഞ്ഞു, അതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്തത്താലുള്ള കുഞ്ഞാട് രക്തത്തിന്റെ ശക്തി നമ്മൾ വ്യാപരിച്ചു കഴിയുമ്പോൾ, നാം അത് വിളിച്ചു പറയുമ്പോൾ, ഇൻ ദ വിക്ടറി ഇൻ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ രക്തത്തിൽ ഞാൻ ജയമെടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെയാണ് രക്തം ജയം, രക്തം ജയം,
രക്തം ജയം എന്ന് പറയുന്നത്. ഇന്ന് ഏത് വിഷയം എടുത്താലും അത് അസ്വസ്ഥപ്പെടുമ്പോൾ, മനസ്സമാധാനം നഷ്ടപ്പെടുമ്പോൾ പറയണം, യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ വ്യാപരിക്കണം, കുഞ്ഞാടിന്റെ ജയത്തിന്റെ ശക്തിയിൽ വ്യാപരി. അതാണ് പറയുന്നത്, അവർ സാത്താനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും അവരുടെ സാക്ഷ്യവചനം ഹേതുവായും ജയിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത് സമാധാനത്തിന്റെ വക്താക്കളാക്കി നിൽക്കുവാൻ വേണ്ടി ദൈവാത്മാവ് നമ്മെ അഭിഷേകം ചെയ്തത് കൊണ്ട് രാത്രി പറഞ്ഞ നമ്മളിൽ വ്യാപരിക്കുന്നത് നിത്യതയുടെ സന്ദേശമാണ്, നിത്യതയുടെ സമാധാനമാണ്. ലോകം തരുന്ന സമാധാനമല്ല, ലോകം തരുന്ന സന്തോഷമല്ല, ലോകം തരുന്നതൊക്കെ മാറിപ്പോകും. എന്നാൽ ക്രിസ്തു യേശുവിന്റെ രക്തത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട്, അവരുടെ ജീവന് മാറ്റമില്ലാത്തതുകൊണ്ട്, അവരുടെ വചനത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട്, ദൈവത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട് നമ്മളിൽ പകർന്നിരിക്കുന്ന സമാധാനത്തിന് മാറ്റമില്ല. അസ്വസ്ഥതകൾ ഉണ്ടാകാം, പ്രതികൂലങ്ങൾ ചുറ്റുമുണ്ടാകാം, നീ ആധൈര്യപ്പെട്ടു പോകരുത്. കലങ്ങിപ്പോയവരുടെ കഥ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്, എന്നിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞു, എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നത് ജയത്തിൻ്റെതാ, നമ്മെ ജയാളിയാക്കി നിർത്തും. കരമേർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. രാത്രി നിരാശയോടെയാണ് വന്നിരുന്നത്, പരാജയപ്പെട്ടു പോകുമെന്ന് വിചാരിച്ചാണ് വന്നിരുന്നത്, തലമുറയെ കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടാണ് വന്നിരുന്നത്, സമാധാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിട്ട് അസ്വസ്ഥമായി ഉറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു. എങ്കിൽ അകത്ത് ദൈവം പകർന്നിരിക്കുന്ന കുഞ്ഞാടിന്റെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അവന്റെ ഹാവേന്റെ രക്തത്തെ ഗുണകരമായി സംസാരിക്കുന്നത് നമ്മളോട് പറയും, നീ ഭാരപ്പെട്ടു പോകണ്ട, നീ ആധൈര്യപ്പെട്ടു പോകണ്ട, നിനക്ക് ജയം നൽകുവാൻ, നിന്റെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ ഞാൻ സമയത്ത് എഴുന്നേൽക്കും. ഞാൻ എഴുന്നേറ്റ് ഞാൻ അതിനെ ശാസിക്കും. അതെ, കാറ്റും കോളും വല്ലാതെ ആയിത്തീർന്നപ്പോൾ, പടവ് മുങ്ങിപ്പോകുമെന്ന് വിചാരിച്ചപ്പോൾ, അവിടെ സംസാരിച്ച അരുമനാഥന്റെ ശബ്ദം രാത്രിയിൽ ഹൃദയങ്ങളോട് സംസാരിക്കുകയാണ്. നമുക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവം, ശാന്തമാക്കുന്ന ദൈവപ്രവർത്തിക്കായി സ്തോത്രം ചെയ്യാം. നാം അസ്വസ്ഥപ്പെട്ടു പോകുമ്പോൾ, വല്ലാതെ ഭാരപ്പെട്ടു പോകുമ്പോൾ, പ്രതികൂലങ്ങളായ സാഹചര്യം കടന്നു വരുമ്പോൾ, നമുക്ക് വേണ്ടി അതേ മന്ദസ്വരത്തിൽ സംസാരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതേ, അവൻ ശാസിച്ചൊതുക്കുമെന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് കുഞ്ഞാടിന്റെ രക്തത്തുള്ള വിജയത്തിന്റെ ശക്തിയുടെ ആ രഹസ്യത്തെ ഇന്ന് ഈ പ്രഭാതത്തിൽ വെളിപ്പെടുത്തിക്കൊണ്ട് അവന്റെ രക്തത്തിൽ ആശ്രയിച്ച് നമുക്ക് ജയാളികളായി ജീവിക്കാം, സമാധാനത്തോടെ ജീവിക്കാം. അതേ, അബ്രഹാമിനോട് പറഞ്ഞതുപോലെ എന്തെല്ലാം പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ വന്നാലും നീ അസമാധാനത്തോടെ മടങ്ങിപ്പോകത്തില്ല, നിന്റെ യാത്ര സമാധാനത്തോടെ ആയിരിക്കുമെന്ന് അവനോട് പറഞ്ഞെങ്കിൽ രാത്രി ദൈവാത്മാവ് പറയുന്നു, അത് പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന വിശുദ്ധീകരണത്തിന്റെ ശക്തിക്കായി, ആ സമാധാനത്തിനായി സ്തോത്രം ചെയ്യാം. കരങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഉയരത്തിൽ നോക്കി പറയണം, എന്നിന്മേൽ പകർന്നിരിക്കുന്നത് കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയുടെ ജയത്തിന്റെ ആ സന്ദേശമാകിയാൽ, സുവിശേഷമാകിയാൽ, വചനമാകിയാൽ, രക്തത്തിന്റെ ശക്തിയാകിയാൽ ഞാൻ ഒരു നാൾ പരാജയപ്പെട്ടു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല. കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാനുള്ള ദൈവകൃപ നമ്മളെ പകർന്ന് ജയാളികളായി അതെ ആദ്യജാതന്മാരുടെ സഭയായി കർത്താവിന്റെ കാലത്തിൽ എടുക്കപ്പെടുവാൻ ദൈവാത്മാവ് നമ്മെ ശക്തീകരിച്ച് നിർത്തേണ്ട ശുദ്ധീകരിക്കട്ടെ എന്നുള്ള ദൂത കൈമാറിക്കൊണ്ട് ദിവസങ്ങളിൽ സമാധാനത്തോടെ ജീവിപ്പാൻ ദൈവാത്മാവ് നമ്മെ വിളിച്ചിരിക്കുന്നു. സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ദൈവത്തെ മക്കളായി ദിവസം കർത്താവ് ദൗത്യം നിറവേറ്റപ്പെടുവാൻ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.